إن الله لا ينظر إلى صوركم ولا إلى أجسادكم ولكن ينظر إلى قلوبكم. അള്ളാഹുവിൻ്റെ നോട്ടം നമ്മുടെ ഈ ഡ്രസ്സിലേക്കോ നമ്മുടെ തലപ്പാവിലേക്കോ താടിയിലേക്കോ രൂപത്തിലേക്കോ അല്ല. അള്ളാഹുവിൻ്റെ നോട്ടം വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അതിന് നമുക്ക് വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ ഉളഹിയ്യത്ത് ഇറക്കുമ്പോൾ അല്ലെങ്കിൽ കഅബ ശരീഫിന്റെ സമീപത്തേക്ക് ഹദിയ കൊണ്ടുവന്നു അവിടെ വെച്ച് മിനയിൽ വെച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഉളഹിയ്യത്ത് ഇറക്കുകയോ അല്ലെങ്കിൽ ഹദിയ ഇറക്കുകയോ മറ്റോ ചെയ്യുന്നുവെങ്കിൽ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, അതിൻ്റെ രക്തവും മാംസവും അള്ളാഹുവിന് എത്തുകയില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ്, ഭക്തിയാണ് അള്ളാഹുവിന് എത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരം എന്താണ്? നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ബാഹ്യമായ പ്രവർത്തനത്തിൽപ്പെട്ടാണ് ഉളുഹിയ്യത്ത് ഇറക്കുക. അത് ബാഹ്യമായ പ്രവർത്തനമാണ്. ഉറൂസിനോടനുബന്ധിച്ചൊക്കെ ഭക്ഷണം കൊടുക്കും, അത് നല്ലതാണ്. അങ്ങനെ ബാഹ്യമായ പ്രവർത്തനം നമ്മൾ നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ നോട്ടം അത് നമ്മുടെ മനസ്സിലേക്കാണ്. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിലുള്ള തഖ്വയാണ് അള്ളാഹുവിനെ എത്തുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു. തഖ്വയുടെ ഉറവിടം അതാണ് മനസ്സ്. തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ് എന്ന് ഹൃദയത്തിലേക്ക് ചൂണ്ടി, നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ മനസ്സ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ മാത്രം ലയിച്ചുകൊണ്ടാകണം ഈ പാവപ്പെട്ട ഞാൻ സംസാരിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ഉറൂസ് നടത്തുന്നത്, നമ്മുടെ സ്ഥാപനം നടത്തുന്നത്, നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്, എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടാകണം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, വണക്കം അള്ളാഹുവിനെ മാത്രമാക്കി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മാത്രമേ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ, പറയുന്നുണ്ടോ, അതൊന്നും നമുക്ക് ഒരു വിഷയമേ ആകരുത്. ഈമാനു മർഇൻ ലാ യകൂനു തകമല ഹത്താ യറാ നാസം ബിഇബ്ലിൻ മുസ്ല ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീൽ ഉലാ. നമ്മൾ ഒരു ഒട്ടകം, ആ ഒട്ടകം ഞാൻ നിസ്കരിക്കുന്നത് ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സദഖ ചെയ്യുന്നത് ഒരു കന്നുകാലികളിൽപ്പെട്ട ഒരു മൃഗം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ നിസ്കാരം കൂട്ടുകയില്ല, കുറക്കുകയില്ല, നന്നാക്കുകയില്ല, വെടുക്കാക്കുകയില്ല. കാരണം കന്നുകാലി നോക്കുന്നതിന് എന്ത് വിലയാണുള്ളത്? അതുപോലെ ഞാൻ സദഖ ചെയ്യുമ്പോൾ ഒരു ഒട്ടകം കാണുന്നു, അതിപ്പോൾ ആർക്കാ വിഷയമുള്ളത്? ഒട്ടകം കാണുന്നത്. അതേപോലെ മനുഷ്യരെയും കാണണം എന്നാണ് സൈനുദ്ദീൻ അൽ മഅബരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പറഞ്ഞാൽ ഒട്ടകത്തിനെ പോലെ കുളമ്പുണ്ടെന്നോ അല്ലെങ്കിൽ വാലുണ്ടെന്നോ അല്ലെ കൊമ്പുണ്ടെന്നോ ഒന്നും വിചാരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. കൊമ്പുള്ള ജീവിയാകുമ്പോൾ കൊമ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയല്ല, ഒരു മൃഗം കാണുന്നത് പോലെ മാത്രമേ മനുഷ്യരുടെ കാഴ്ചയെ നമ്മൾ വിലവെക്കാവൂ എന്നതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ ശേഷം മഹാനവറുകൾ വിവരിച്ചു, ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ. ജനങ്ങൾ നമ്മളെ പുകഴ്ത്തി പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നമുക്ക് ഒരു അഹങ്കാരവും ഒരു പൊങ്ങച്ചവും ഒരു പൊങ്ങലും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ ജനങ്ങൾ നമ്മളെ ആക്ഷേപിച്ച് സംസാരിച്ചാൽ അതിൻ്റെ പേരിൽ ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ല. കാരണം ഇവിടെ കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്.
അല്ലാഹുവേ, നീ തടഞ്ഞത് കൊടുക്കുന്നവനുമില്ല, നീ കൊടുക്കുന്നത് തടയുന്നവനും ഇല്ല. അപ്പൊ ഏതായിരുന്നാലും അല്ലാഹു നമ്മെ സൃഷ്ടിച്ച് ലോകത്ത് പറഞ്ഞേക്കുമ്പോ അതിന് അവന്റെ ഭരണത്തിന് കീഴിൽ നമുക്ക് എന്തെല്ലാം ലഭിക്കുമെന്നും ലഭിക്കുകയില്ല എന്നുമുള്ളത് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വിഷയമാണ്. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോ നമ്മൾ വേറെ ആരെങ്കിലും കാണുന്നു, അറിയുന്നു, അവരെ കയ്യടി വാങ്ങുന്നു, തക്ബീർ കിട്ടുന്നു, കൈപിടിച്ച് ചുംബിക്കുന്നു, ആള് ബഹുമാനിക്കുന്നു, വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നു, അതൊന്നും നമ്മുടെ മനസ്സിൽ ഒരു പ്രശ്നമേ ആകാൻ പാടില്ല. അതിന്റെ പേരിൽ നമുക്ക് ബഹുമാനം എന്ന് വിചാരിക്കാനും പാടില്ല. ബഹുമാനം ആളുകൾ എന്തെങ്കിലും കുറ്റോ കുറവോ പറയുമ്പോഴേക്ക് നമുക്കെന്തോ പറ്റിപ്പോയി എന്ന് വിചാരിക്കാനും പാടില്ല. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വലിയ പൊങ്ങച്ചത്തോടുകൂടി അങ്ങനെ ജീവിച്ച ആളല്ല. ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത ആളാണ്. ഉമ്മാക്ക് ഖിദ്മത്തെടുക്കേണ്ട കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പോകാൻ സാധിക്കാത്ത ഒരാളാണ്. നബി സല്ലല്ലാഹു നിങ്ങളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു മിനിറ്റെങ്കിലും ഒരുമിച്ച് കൂടിയാൽ സഹാബി എന്ന് പറയുന്ന വലിയ സ്ഥാനം ലഭിക്കും. ആ സ്ഥാനം വേറെ ആർക്കും ഇല്ല. അത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സ്വന്തം ഉമ്മാക്ക് ശുശ്രൂഷ ചെയ്യാൻ ആരും ഇല്ല. അതുകൊണ്ട് ഖറൻ എന്ന പ്രദേശത്തുകാരനാണ്. അതുകൊണ്ടാണ് ഖറനി എന്ന് പറയുന്നത്. ഖറൻകാരനായ ഖറൻ. സൗദി അറേബ്യയുടെ കുറെ അപ്പുറത്ത് അൽബഹയുടെ അപ്പുറം ഒരു വലിയ കുന്നിന്റെ മേലെ കയറി ചെന്ന് വലിയ ചുരം കയറി ചെന്ന് എത്തുന്ന ഒരു സ്ഥലം ആണ് ഈ ഖറൻ എന്ന് പറയുന്നത്. ആ ഖറൻ എന്ന് പറയുന്ന പ്രദേശത്തുകാരനാണ്. അതുകൊണ്ട് ഖറനി എന്ന് പറയുന്നത്. ഉവൈസ് റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹ ബഹുമാനം കൊണ്ട് ചിലര് മക്കൾക്ക് ഉവൈസുൽ ഖറനി എന്ന് പേരിടാം. ഖറനി എന്ന് വേണ്ട, ഉവൈസ് എന്ന് മാത്രം ഇട്ടാൽ മതി. കാരണം ഖറന് തന്നെയാണ് നമ്മൾ ഏണിയടിക്കാർ. ഖറനി എന്ന് കണ്ട് കാര്യമില്ലല്ലോ, ഏണിയാടിയല്ലേ. അപ്പോ ഏതായിരുന്നാലും ശരി, അങ്ങനെ പേരിട്ടാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു വലിയ ആഡംബരത്തിലും ഒന്നും ജീവിച്ച ആളൊന്നുമല്ല. മഹാനവറുകൾ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ആവശ്യമില്ലാത്ത ആളുകൾ ഒഴിവാക്കിയ ചില ധാന്യങ്ങളും ഫ്രൂട്ട്സുകളും അങ്ങനെയൊക്കെ ആൾക്കാർ ഒഴിവാക്കി കളയുന്നുണ്ടാവും. അങ്ങനത്തത് ഒരു സ്ഥലത്തുനിന്ന് എടുത്തു തിന്നുകയാണ്. വളരെ താഴ്മയോടുകൂടെ ജീവിക്കുന്ന ആളാണ്. ഉമ്മാക്ക് ഖിദ്മത്തെടുത്തതിന്റെ പേരിൽ വലിയ സ്ഥാനം അല്ലാഹു കൊടുത്തു. ശരീരം മുഴുക്കെ വെള്ളപ്പാണ്ട് രോഗം ഉണ്ടായി. അത് പൂർണ്ണമായും അല്ലാഹു സുഖപ്പെടുത്തി കൊടുത്തു. ഒരു ഉറുപ്പികയുടെ വട്ടത്തിൽ മാത്രം അവിടെ സുഖപ്പെടാതെ ബാക്കി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉവൈസുൽ ഖറനി വരും. അങ്ങനെ ഉവൈസുൽ ഖറനിയെ കാണാൻ സാധിച്ചാൽ നിങ്ങൾ ഉവൈസുൽ ഖറനിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ഉറപ്പാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ലോകത്തുള്ള ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഔലിയാക്കൾ 4 ഖുലഫാഉർ റാഷിദീങ്ങളാണ്. അവരിൽ രണ്ടാം സ്ഥാനത്തുള്ള ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ഒരാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം ഈ ദുആ ചെയ്യാൻ പറയുന്ന ആളെ കാണും വലിയ ആളായിക്കൊള്ളണം എന്നില്ല. ആള് വലിയ ആളാണ് എന്ന് വരും. ആരാ കൂടുതൽ വലിപ്പമൊന്നുമില്ല, അതുകൊണ്ട് മനസ്സിലാവില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഞാൻ ഉംറക്ക് പോകാൻ വേണ്ടിയോ നബിയെ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, ലാ തൻസനി ഫീ ദുആഇക യാ ഉഖയ്യ, എൻ്റെ കുഞ്ഞു സഹോദര, നീ അവിടെ ഉംറക്ക് പോയാൽ ദുആ ചെയ്യുമ്പോൾ എന്നെ മറന്നു പോകരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ ബഹുമാനം ഉമർ ഖത്താബിനാണ് എന്നാർക്കും മനസ്സിലാക്കുക ഇല്ലല്ലോ.
ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോഴേക്ക് ഞാൻ വലിയ ആളാണ് എന്ന് ഒരാളും വിചാരിക്കരുത്. നമുക്കൊക്കെ പലപ്പോഴും കിബിർ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മൂലന്മാർക്കും ആണ് കിബിർ വരാൻ സാധ്യതയുള്ളത്. വേറോരോരുത്തർ വന്നിട്ട് സാധയെ ദ്വാരക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വലിയ ദ്വാരക്കേണ്ട ആളാണ് എന്നൊരു തോന്നൽ വന്നാൽ നമ്മളെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ആളാണ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ആ ഭാഗത്ത് നിന്ന് ഒരു ടീം വന്നപ്പോൾ ചോദിച്ച് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു തെരഞ്ഞു പിടിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കൊന്നും മൂപ്പരെ പരിചയമില്ല, മൂപ്പരെ ബഹുമാനവും അറിയില്ല. മഹാനവറുകൾ ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കുന്നതിൽ വല്ലാതെ ശ്രദ്ധിച്ച ആളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോകാൻ സാധിക്കാതെ വന്നത്. ആ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു വലിയ മഹത്വമുള്ള വലിയ സ്ഥാനമുള്ള ആളാണ്. ബഹുമാനപ്പെട്ടവരിങ്ങനെ കിട്ടിയ ഭക്ഷണം ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു നായ അത് കുറച്ചുകൊണ്ട് ചാടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഉമർ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു നായയോട് പറഞ്ഞു, നീ കുറച്ച് വരുവൊന്നും വേണ്ട, നീ ഉള്ള സ്ഥലത്തുനിന്ന് നീ ഭക്ഷണം കഴിച്ചു, ഞാനുള്ള സ്ഥലത്തുനിന്ന് ഞാനും കഴിക്കും. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ കോടതിയിലെത്തി. അള്ളാഹുവിൻ്റെ കോടതിയിൽ നരകത്തിൻ്റെ മേലെ കൊണ്ടുവന്ന് വെക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലം ഉണ്ട്. അത് വളരെ നേരിയതാണ്. ആ പാലത്തിന്റെ അടുക്കൽ വെച്ച് അമ്പിയാക്കൾ ഇങ്ങനെ നിന്നിട്ട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ടാകും അവരെ അനുയായികൾ രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെയുള്ള ആ പാലത്തിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് ചില കൊക്കകളുണ്ട്. അതിന്റെ മേലെ കയറിയ ചിലരെ കൊക്കകൾ പിടിച്ച് വലിച്ച് നരകത്തിലിട്ട് കളയും. വേറെ ചിലർ കയറുമ്പോ തന്നെ വീഴും. അതിന്റെ മേലെ കൂടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് അല്ലാഹു തആല ഭാഗ്യം കൊടുത്ത മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ആ സിറാത്ത് പാലം ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു പറയാണ്, ഓ നായ, നീ അവിടുന്ന് കഴിച്ചോ ഭക്ഷണം, നിന്റെ ആ ഏരിയയിൽ നിന്ന് നീ ഭക്ഷണം കഴിച്ചു, ഞാൻ എന്റെ ഏരിയയിൽ നിന്ന് കഴിക്കും. എന്നാൽ നാളെ ഖിയാമത്ത് നാളിൽ ഈ ഉവൈസിനെ അള്ളാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവന്ന് അങ്ങനെ ഉവൈസ് ആ പാലം കടന്ന് നരകത്തിന്റെ മേലെയുള്ള പാലം കടന്ന് സ്വർഗത്തിലെത്തിയാൽ അന ഖൈറും മിൻക, ഞാൻ നിന്നേക്കാൾ ഉത്തമനാണ് എന്ന് ഞാൻ പറയും. ഇപ്പോൾ അത് പറയാനായിട്ടില്ല. ഞാനങ്ങനെ സിറാത്ത് പാലം കടന്നു പോകുന്നില്ലെങ്കിൽ നീയായിരിക്കും എന്നെക്കാൾ ഖൈറായ ആള്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള് ആരിഫീങ്ങള് അവരെ മനസ്സിൽ ചിന്തിച്ചത്. ഞാനൊരു വലിയ ആളാണെന്ന് അവരാരും ചിന്തിച്ചില്ല. അവര് വലിയവരാണ്, പക്ഷേ അവർ വലിയവരാണ് എന്ന് ചിന്തിച്ചില്ല. അവരുടെ മനസ്സ് അത്രയും ക്ലിയറായിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹഫ്സനിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഒരു വലിയ മഹാനായ വലിയാണ്. അബൂ ഹഫ്സനിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ ഇമാം അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു മഹാനവറും വലിയ മഹത്വമുള്ള വലിയാണ്. അബൂബക്കർ ബിൻ ശിബിലി റളിയല്ലാഹു അൻഹു അബൂ ഹഫ്സനിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ സൽക്കാരത്തിന് വിളിച്ചു. അങ്ങനെ 4 മാസത്തോളം മഹാനവറുകൾ ആ അതിഥിയായി മൂപ്പര കൂടെ താമസിച്ചു. അങ്ങനെ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ സൽക്കാരം എന്ന് പറഞ്ഞാൽ വലിയ സൽക്കാരാണ്. എല്ലാ ഭക്ഷണങ്ങളും പല ഇനങ്ങളും നല്ല നിലക്ക് മഹാനവറുകൾ ആദരിച്ച് ബഹുമാനിച്ച് എല്ലാ ഭക്ഷണങ്ങളും ഒക്കെ കൊടുത്ത് വലിയ സൽക്കാരമാണ് 3-4 മാസത്തോളം നടത്തി. ഞാൻ ഒരു ദിവസം അബൂ ഹഫ്സൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു, യാത്ര പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഏതായിരുന്നാലും നിങ്ങളൊന്ന് എൻ്റെ അടുത്തേക്ക് വരണം, എങ്ങനെയാണ് ആളെ സൽക്കരിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരുന്നു. 3-4 മാസം അവിടെ നിന്നിട്ട് നന്നായിട്ട് അധ്വാനിച്ച് സൽക്കരിച്ച് ബഹുമാനിച്ച് സൽക്കരിച്ചതാ. അപ്പോ
ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു മനസ്സിനൊരു വിഷമം വകയിൽ ഞാൻ ആദരിച്ചൊന്നും വേണ്ട പോലെ ആയില്ലേ, ബഹുമാനിച്ച് വേണ്ട പോലെ ആയില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ഒരു വിഷമം. അപ്പോ മൂപ്പര് പറഞ്ഞു, നിങ്ങള് സൽക്കരിച്ചതിൽ എന്താ കുഴപ്പമെന്നുള്ളത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സൽക്കാരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ വല്ലാതെ കൂടുതൽ അധ്വാനിച്ചു, കൂടുതൽ ചെലവഴിച്ചു, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ എന്നെ സൽക്കരിക്കാൻ വേണ്ടി തരണം ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മളൊരു സ്ഥലത്ത് വന്ന് കൂടിയാൽ അത് നിങ്ങൾക്കൊരു വലിയ വിഷമവും ചെലവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സൽക്കാരമായാൽ പിന്നെ നിങ്ങൾക്കും ഒരു മടുപ്പുണ്ടാവില്ല. ഞാൻ പോന്നാന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, ആയാലും പഠിച്ചോനെ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ല. അതുപോലെ വന്ന വകയിൽ നിങ്ങൾക്കൊരു പ്രയാസമൊന്നും ഉണ്ടാവില്ല, മടുപ്പും ഉണ്ടാവില്ല, വന്ന ആൾക്കും ഒരു വിഷമം ഉണ്ടാവില്ല, വല്ലാതെ ബുദ്ധിമുട്ടില്ല പഠിച്ചോനെ എന്നെ കൊണ്ടുവന്നുള്ള ധാരണ അങ്ങനെ ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞതിനർത്ഥമല്ല നിങ്ങളെ സൽക്കാരത്തിന് കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല, നിങ്ങൾ ഏതായാലും അങ്ങോട്ട് വരിയുന്നു. അബൂ ഹഫ്സൻ അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്ഷണിച്ചതനുസരിച്ച് അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അടുക്കലേക്ക് പോയി. ചെന്നപ്പോ 41 ഈ വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പര് ചോദിച്ച്, നിങ്ങളല്ലേ പണ്ട് പറഞ്ഞത് സൽക്കരിക്കുന്ന വകയിൽ കൂടുതൽ ചെലവൊന്നും ആക്കരുത്, ഇനിയിപ്പോ 41 വിളക്ക് കത്തിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ വരുന്ന വകയിൽ? അപ്പോ അബൂ ഹഫ്സൻ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ശിബിലി നിങ്ങളൊന്ന് ഇറങ്ങിയിട്ട് അതൊന്ന് കെടുത്തി നോക്കിയാട്ടെ, അതൊന്ന് കെടുത്താൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ. അങ്ങനെ മൂപ്പര് ഇറങ്ങിയിട്ട് ഈ 41 വിളക്കും കെടുത്താൻ നോക്കുമ്പോ എത്ര കളിച്ചിട്ടും വിളക്ക് കെട്ടുപോന്നില്ല. ഒറ്റ ഒന്ന് കെട്ടുപോയി, 40 അവിടെ ബാക്കി, ഒന്ന് മാത്രം കെട്ടു. അപ്പൊ മൂപ്പര് ചോദിച്ചു, എന്താണ് ഇതിന്റെ രഹസ്യം? അപ്പൊ അബൂ ഹഫ്സൻ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 41 വിളക്ക്, 40 ആള്, നിങ്ങളെ കൂടെ 39 ആള്, അങ്ങനെ നിങ്ങളും 39 ആള്, അങ്ങനെ 40. നിങ്ങൾ വരുന്ന വകയിൽ ബഹുമാനിച്ച് ആദരിച്ച് കത്തിച്ചതാണ് 40. ഒന്ന് എനിക്ക് വേണ്ടി കത്തിച്ചതാ, അതുകൊണ്ടാണ് അത് കേട്ടുപോയത്. അത് നിങ്ങളെ ബഹുമാനിച്ച് കത്തിച്ചതല്ല, എന്നെ കണക്കാക്കിയിട്ട് കത്തിച്ചാണ്. അതുകൊണ്ടാണ് അതിൽ ഒന്ന് മാത്രം കെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചത്. ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം. ഉറൂസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇക്റാമാണ്, അതായത് ഇവിടെ കിടക്കുന്ന മഹാന്മാരെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാഹു തആലയുടെ ഒരു പേര് തന്നെ ദുൽ ജലാലി വൽ ഇക്റാം എന്നാണ്. അല്ലാഹു തആല വലിയ മഹത്വമുള്ളവനും ആദരിക്കുന്നവനും ആണ്. അല്ലാഹു അവന്റെ അമ്പിയാക്കളെ വളരെ വലിയ ആദരവ് നൽകി, മലക്കുകൾക്ക് വലിയ ആദരവ് നൽകിയിരിക്കുന്നു. അല്ലാഹു തആല ശുഹദാക്കളെയും സിദ്ദീഖീങ്ങളെയും ഔലിയാക്കളെയും സാലിഹീങ്ങളെയും ഉഖ്റവിയായ ആലിമീങ്ങളെയും ഒക്കെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു. ആദരവ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിന്റെ പേരിൽ ഓരോരുത്തർക്കും അർഹതപ്പെട്ട ആദരവുകൾ നൽകണം. അപ്പോൾ നമ്മൾ ഉറൂസ് നടത്തുന്നത് ശുഹദാക്കളെ, ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാർ, അവരെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾക്ക് അവരെ പരിചയമില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് നമ്മുടെ മുൻ തലമുറയിൽ നമ്മൾ കേട്ട് വന്നിട്ടുണ്ട്. അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കണം. അത് ആരാധനയല്ല, അത് പുത്തൻവാദികൾക്കുള്ള വിവരക്കേടാണ്. അവര് ആദരവൊക്കെ ആരാധനയായി മനസ്സിലാക്കും. അങ്ങനെയല്ല, ബാപ്പ വരുമ്പോ എഴുന്നേറ്റ് നിന്നാൽ അത് ബാപ്പാനെ ആരാധിക്കലല്ല. അതേസമയത്ത് നിസ്കരിക്കാൻ വേണ്ടി ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. രണ്ടും നൃത്തം തന്നെയാണ്. പക്ഷേ ഒന്ന് ആരാധനയാണ്, നിസ്കാരത്തിലെ നൃത്തം ആരാധനയാണ്. കാരണം അത് ദൈവമാണ് എന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് അവൻ മാത്രമാണ് ദൈവം, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധനയാണെന്ന നിലക്ക് ബഹുമാനിക്കുന്നതാണ്. അതുകൊണ്ട് അത് ആരാധനയാണ്, അത് വെറും കേവലം ആദരവല്ല. അതേസമയം ബാപ്പ വരുമ്പോൾ ബാപ്പ ഒരു ദൈവമാണെന്ന് വിചാരിച്ചിട്ട് ആരും എഴുന്നേൽക്കൂല. ഉമ്മ വരുമ്പോൾ ഉമ്മ ദൈവമാണെന്ന് വിചാരിച്ചിട്ട് ആരും എഴുന്നേൽക്കൂല.
പിന്നെ ബാപ്പയും ഉമ്മയും എനിക്ക് ബഹുമാനിക്കൽ കടപ്പെട്ട ആളുകളാണ് എന്ന നിലക്കാണ് ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്തുകൊണ്ട് എന്ന് പറയേണ്ടതില്ല. എന്റെ നന്മയുടെ നിമിത്തമാണ് ബാപ്പയും ഉമ്മയും. ഞാൻ ഉണ്ടായതും എന്നെ ഗർഭം ചുമന്നതും എന്നെ പോറ്റിയതും വളർത്തിയതും എന്റെ ബാപ്പായും ഉമ്മയും ആണ്. പോറ്റിയതിൽ ബാപ്പക്ക് വലിയ പങ്കുണ്ട്. അതേപോലെ എന്നെ ഗർഭം ചുമന്നത് എന്റെ ഉമ്മയാണ്. എന്നെ മുലയൂട്ടിയത് എന്റെ ഉമ്മയാണ്. അങ്ങനെ എന്നെ സംരക്ഷിക്കാനും എനിക്ക് സർവ്വ നന്മകളും ലഭിക്കാനും എന്നെ വളർത്തിയെടുക്കാനും വളരെയേറെ പരിശ്രമിച്ച എന്റെ നന്മയുടെ പ്രധാനപ്പെട്ട നിമിത്തങ്ങളാണ് എന്റെ ബാപ്പയും ഉമ്മയും. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം എന്നത് എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്. അനിഷ്കുർലി വലിവാലിലേക്ക്, എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങളെ ഉമ്മ ബാപ്പമാർക്കും നന്ദി ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ബാപ്പ ഉമ്മയെ പരിഗണിക്കാത്തവൻ ഒരു യഥാർത്ഥ മുസ്ലിം അല്ല. ബാപ്പ ഉമ്മയോട് നന്ദി കാണിക്കാത്തവൻ നന്ദി കെട്ടവനാണ്. അവൻ തോന്നിവാസിയാണ്. അവൻ ഒരിക്കലും ഒരു മുത്തഖിയാവുകയില്ല. ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം കിട്ടിയാലേ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുകയുള്ളൂ. നിന്റെ സ്വർഗവും നിന്റെ നരകവും നിന്റെ ബാപ്പയും ഉമ്മയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിന്റെ സ്വർഗവും ബാപ്പയാണ്, നരകവും ബാപ്പയാണ്. നിന്റെ സ്വർഗവും ഉമ്മയാണ്, നരകവും ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ തൃപ്തി അനുസരിച്ചാണ് നിനക്ക് സ്വർഗവും നരകവും കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ ആദരിക്കണം. അവരെ ആദരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക് അത് ശിർക്കായി പോയി, പടച്ചവനിൽ പങ്കിയേർക്കലായി പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് വിഡ്ഢിത്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു മഹാന്റെ മഖ്ബറയിൽ പോകുമ്പോഴേക്ക് അത് ഖബറിലുള്ള ആളെ ആരാധിക്കലായി പോയി എന്ത് വിഡ്ഢിത്താണ് പറയുന്നത്? അത് ആരാധനയൊന്നുമല്ല, അത് അവരെ ആദരിക്കലാണ്. അവരെ ആദരിക്കുകയാണ്. അവിടെ ചെന്നിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അല്ലാഹുവിനെ സ്തുതിച്ച് എന്നിട്ട് സ്വലാത്ത് ചൊല്ലി എന്നിട്ട് അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആർക്കാണ്. ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ അതേപോലെ ഒന്ന് ഈ മഖ്ബറയിൽ കിടക്കുന്ന മഹാന്മാർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് എന്ന് ദ്വാരക്കുകയാണ്. എന്നിട്ട് പിന്നെ അല്ലാഹുമ്മ സിദ്ഹും ഫളലൻ അലാ ഫളലിഹിം വശറഫൻ അലാ ശറഫിഹിം വകറാമതൻ തലീഖു ബിഅളീമി ദറജാതിഹിം. അല്ലാഹുവേ, നീ അവർക്ക് ബഹുമാനം ഏറ്റിക്കൊടുക്കണം, അവർക്ക് നീ ഇനിയും ആദരവ് ഏറ്റിക്കൊടുക്കണം. അവരുടെ സ്ഥാനം നീ എത്രയാണോ കൊടുത്തത് ആ സ്ഥാനത്തിന് ഇനിയും വർധനവുണ്ടാകുന്ന വിധത്തിൽ നീ ഏറ്റിക്കൊടുക്കണം എന്ന് പടച്ചവനോട് ദ്വാരക്ക ചെയ്യുന്നത്. കാരണം അല്ലാഹുവിന്റെ അടിമകളാണ് ഈ കിടക്കുന്ന ആളുകൾ, അല്ലാതെ അല്ലാഹ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കും പോലെ അള്ളാന്റെ ദൈവത്തിന്റെ മക്കളല്ല, അങ്ങനെയൊന്നുമല്ല. അള്ളാഹുവിന്റെ അടിമകളാണ് അവരും. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. പക്ഷേ അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ കാരണത്താൽ, അല്ലെങ്കിൽ അവരുടെ അറിവിന്റെ കാരണത്താൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായ മഹിമയുടെ കാരണത്താൽ. കുടുംബപരമായ മഹിമ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഉണ്ട്. ഞാൻ വലിയ തറവാട്ടുകാരനാണ് എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ എല്ലാ ആളുകളെയും അടിച്ചൊതുക്കിയ ആളാണ്, അല്ലെങ്കിൽ ഉപ്പാപ്പ വേറൊരുത്തന്റെ സ്വത്തൊക്കെ പിടിച്ചെടുത്ത ആളാണ്, അമ്പ കയ്യിൽ വലിയ തറവാടാന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല കുടുംബമഹിമ എന്ന് പറഞ്ഞാൽ സയ്യിദന്മാര്, തങ്ങന്മാരുടെ കുടുംബം അത് വലിയ ബഹുമാനമുള്ള. കാരണം അവരുടെ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് വരുന്നതാണ്. ആ ബഹുമാനം വേറെ ആർക്കുമില്ല, ഒരു തറവാട്ടുകാർക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനുള്ള ബഹുമാനം അത് തറവാട് വലിയ തറവാട് തന്നെയാണ്. പിന്നൊന്ന് സാലിഹീങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ മുൻഗാമികളായ ഏതെങ്കിലും വലിയ മഹാന്മാരായ ആളുകളുടെ കുടുംബത്തിൽ, അങ്ങനെ സാലിഹീകളായ നല്ലവരായ ആളുകളുടെ കുടുംബത്തിലായി വന്ന ആളുകൾക്ക് ആ നിലക്കുള്ള ബഹുമാനമുണ്ട്. അത് നമ്മൾ നിഷേധിക്കാൻ പോണ്ട. അതേ സമയത്ത് വേറെന്തെങ്കിലും പണത്തിന്റെ പവർ കൊണ്ടോ ഊക്കിന്റെ പവർ കൊണ്ടോ അതൊന്നുമല്ല തറവാടിത്തം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ശരി, അപ്പൊ ആദരവുള്ള ആളുകളെ അവർ വഫാത്തായാലും ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും ആദരിക്കുക എന്നത് അത് ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ്. അതൊരിക്കലും ആരാധനയല്ല. നമ്മൾ ഒരിക്കലും അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് അത് ദൈവമാണെന്നോ, അല്ലെങ്കിൽ ദൈവവുമായി എന്തെങ്കിലും ഒരു പങ്കുണ്ടെന്നോ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ദൈവത്തോട് തുല്യതയുണ്ടെന്നോ ഒരാളെ സംബന്ധിച്ചും ഒന്നിനെ സംബന്ധിച്ചും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നില്ല.
കഅബ ശരീഫ് അവർ പോയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. ആ കഅബ ശരീഫ് ഒരിക്കലും തന്നെ അള്ളാഹുമായി എന്തെങ്കിലും തുല്യതയുള്ളതാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഈ കഅബ ശരീഫ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പറഞ്ഞയച്ച് ആദ്യമായി ഭൂമിലോകത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. ആ പള്ളിയെ ബഹുമാനിക്കാൻ, അത് അള്ളാഹു പഠിപ്പിച്ചതുപോലെ ബഹുമാനിക്കാൻ. അതിന്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദ്, ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കുന്നുണ്ട്. ആ ബഹുമാനം ഹജറുൽ അസ്വദിനെ ആരാധിക്കലല്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിമാണ്. പിന്നെ എങ്ങനെ ഹജറുൽ അസ്വദിനെ ആരാധിക്കൽ വരിക? അങ്ങനൊന്നും വിശ്വസിക്കുന്നേ ഇല്ല. അല്ലാഹു അല്ലാത്ത ആരാധ്യനില്ലേ ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കല്ല് സ്വർഗത്തു നിന്ന് വന്ന കല്ലാണ്. ഈ കല്ല് അമ്പിയാക്കൾ ചുംബിച്ച കല്ലാണ്, അമ്പിയാക്കൾ സ്പർശിച്ച കല്ലാണ്. അതുകൊണ്ട് ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. ഈ കല്ലിന് ചില ബഹുമാനങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കല്ലിനെ ചുംബിക്കുകയും ഈ കല്ലിനെ ആദരിക്കുകയും ഒക്കെ ചെയ്തവർക്ക് വേണ്ടി ഈ കല്ല് പടച്ചവന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. ഇങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആ കല്ലിനെ ബഹുമാനിക്കുന്നുണ്ട്. അല്ലാതെ ദൈവമാണെന്ന് വിശ്വസിച്ചിട്ട് ഒരൊറ്റ മുസ്ലിമും ആ കല്ലിനെ ബഹുമാനിക്കുന്നില്ല. ആകയാൽ ഞാൻ പറഞ്ഞു വന്നത്, ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കുക എന്നത് അത് ഇഖ്ലാസോടുകൂടിയാകുമ്പോ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകുമ്പോ, അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരണപ്പെട്ടവരാകട്ടെ, അത് ഫലവത്തായ ഒരു വലിയ സൽക്കർമ്മമാണ്, വലിയൊരു സാലിഹായ അമലാണ്. ആ അമലാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ അൽഹംദുലില്ലാഹ് ഇവിടെ ദർസുണ്ട് എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമാണ്. ദർസ് എന്ന് പറയുന്നത് അത് ദീനിന്റെ അടിസ്ഥാന ശിലയായി നിലനിൽക്കാനുള്ള ഒരു സംഗതിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി വലിയ ഗ്രാനൈറ്റ് വെച്ച പള്ളിയൊന്നല്ല, ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ്. ആ പള്ളിയിൽ കൃത്യമായി 5 വഖ്ത് നിസ്കാരം നടക്കുന്നു. ആ നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം നൽകുന്നു. എല്ലാ ജമാഅത്തിലും നബി തങ്ങൾ ഇമാമായി നിന്ന് നിസ്കരിക്കുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചകലെ ഒരു മസ്ലഹത്തിന് വേണ്ടി പോകേണ്ടി വന്നു. ഒരു 2 ടീം, ആ 2 ടീമും തമ്മിൽ ചെറിയൊരു തർക്കം നടക്കും. അപ്പൊ അവരെ മസ്ലഹത്താക്കുക എന്നത് ഒരു നേതൃത്വത്തിന്റെ കടമയാണല്ലോ. അനുയായികൾ 2 ചേരിയായി പോയാൽ അനുയായികൾ തമ്മിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു എതിരഭിപ്രായം വന്ന് ഭിന്നിക്കുമ്പോ അവരെ മസ്ലഹത്താക്കുക എന്നത് നേതൃത്വത്തിന്റെ കടപ്പാടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മസ്ലഹത്താക്കാൻ വേണ്ടി പോയി. അങ്ങനെ മസ്ലഹത്തിന് വേണ്ടി പോയപ്പോൾ ഞാൻ ഇന്നലെ കുട്ടികൾക്ക് സഹീഹുൽ ബുഖാരിയിൽ ഓതിക്കൊടുത്ത ഹദീസാണ്. മസ്ലഹത്താക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ നിസ്കാരത്തിന്റെ സമയമായി. ഇമാമത്ത് നിൽക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ ഇഖാമത്ത് കൊടുത്താൽ നിങ്ങൾ ഇമാമത്ത് നിൽക്കുമോ? സുബ്ഹാനല്ലാഹ്, ഒരു നേതാവ്, ഒരു പ്രധാനപ്പെട്ട ആള് ഒരു സ്ഥലത്ത് അദ്ദേഹം നിർവഹിക്കേണ്ട ചുമതല നിർവഹിക്കാൻ എന്തെങ്കിലും കാരണത്താൽ ഇല്ലാതെയായി പോയാൽ വിഷയം നടക്കാതെയാകരുതല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ഇമാമത്ത് നിൽക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇരുന്നോളി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്ന് നിസ്കാരം തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പിന്നിൽ നിന്ന് നിസ്കാരം നിർവഹിക്കുന്നു. അപ്പോൾ സഹാബികൾ കൈമുട്ടി. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനം തന്നെ നോക്കി നിസ്കരിക്കുകയാണ്.
അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കുമ്പോൾ ഇങ്ങൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. മനസ്സിൽ പോലും നിസ്കാരത്തിൽ ചൊല്ലുന്നതും പറയുന്നതുമല്ലാതെ വേറെ ഒന്നും ഒരാളെയും ശ്രദ്ധിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുജൂദിന്റെ സ്ഥാനത്ത് നോക്കി ഇങ്ങനെ നിസ്കരിക്കുകയാണ്. നബി തങ്ങൾ വന്ന വിവരം അറിഞ്ഞില്ല. അപ്പോൾ സഹാബികൾ അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ, നബി തങ്ങൾ എത്തിയല്ലോ. നബി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ആദരവ് കൊണ്ട് സഹാബത്ത് കൈമുട്ടി. കാരണം അന്നവർക്ക് അറിയില്ലായിരുന്നു, പ്രത്യേകമായൊരു വിഷയം വരുമ്പോ ഇമാമിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വന്നാൽ ദിക്ർ നിയ്യത്ത് ചെയ്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന നിയ്യത്തല്ല, ദിക്ർ ഇല്ലാതുള്ള നിയ്യത്ത് അതിലൂടെ ശ്രദ്ധയിൽ വരികയും ചെയ്തോട്ടെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയലാണ് വേണ്ടത്, കൈമുട്ടുകയല്ല. കൈമുട്ടുക എന്നത് അത് ആണുങ്ങൾക്കുള്ളതല്ല, അത് സ്ത്രീകൾക്കുള്ളതാണ്. സ്ത്രീകൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയരുത്. ഉദാഹരണത്തിന് മകനൊരു മുസ്ലിയാരാണ്, ആ മകൻ ഇമാമത്ത് ളുഹുർസ്കാരത്തിന് 5ാമത്തെ റകഅത്തിലേക്ക് ആ ഇമാമായ മകൻ പോയാൽ, അല്ലെങ്കിൽ ഭർത്താവ് പോയാൽ, അല്ലെങ്കിൽ വാപ്പ പോയാൽ, അപ്പൊ ബാക്കിലുള്ള ആളെന്താ ചെയ്യുക? പെണ്ണാണെങ്കിൽ അവര് വേണ്ടത് കൈ ഇങ്ങനെ മുട്ടുകയാണ് വേണ്ടത്, ആണാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാണ് വേണ്ടത്. അങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിന് പകരം സഹാബത്ത് കൈമുട്ടി. അവർക്കതറിയില്ലായിരുന്നു, അത് അവർക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പാണിത്. ദിവസേന ഇൽമിങ്ങനെ പഠിപ്പിക്കുകയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുതഅല്ലിമീങ്ങളായ സഹാബത്തിന്. അപ്പോൾ അവർ കൈമുട്ടി. അങ്ങനെ കൈമുട്ടിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു, എന്താ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് വിവരം അതാ കിട്ടി, അറിഞ്ഞു. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേക്കിലോട്ട് മാറുകയാണ്. ആദരവാണ്, ബഹുമാനമാണ്. ബേക്കിലോട്ട് മാറുകയാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മക്കാനക നിങ്ങൾ അവിടെ തന്നെ ഇമാമായി നിന്ന് നിസ്കരിച്ചോളൂ. പക്ഷേ അങ്ങനെ നബി തങ്ങൾ ചൂണ്ടി. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞത് സ്വീകരിച്ചില്ല. ബേക്കിലോട്ട് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ഇമാമാക്കി നിർത്തി. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഇപ്പൊ പറഞ്ഞ് അനുസരിച്ചില്ല, അതും ഒരു ബഹുമാനം. പറഞ്ഞ് അനുസരിക്കാതിരിക്കലും ഒരു ബഹുമാനാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഒരാൾ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബേക്കിൽ ഒരാള് എത്ര ബഹുമാനമുള്ള ആള് വന്നാലും ഇമാം ബേക്കോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ആ നിസ്കാരം പൂർത്തീകരിക്കാം എന്നത് പഠിപ്പിക്കണമല്ലോ. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നോളാൻ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പക്ഷേ അത് വില വെച്ചില്ല. മഹാനവറുകൾ ബേക്കോട്ടേക്ക് വന്നു. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിന്ന് നിസ്കാരം പൂർത്തീകരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂബക്കറെ, ഞാൻ നിങ്ങളോട് അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇതിനെങ്ങോട്ട് ബേക്കോട്ട് വന്നത്? അപ്പൊ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യംബഗീ ലിബ്നി അബീ ഖുഹാഫ, ഒരിക്കലും തന്നെ അബൂ ഖുഹാഫയുടെ മകനായ എനിക്ക് പറ്റൂല നബിയേ. അതേ, അല്ലാഹുവിന്റെ റസൂലായ തങ്ങൾക്ക് മുന്നിൽ നിന്ന് നിസ്കരിക്കുക എന്നത് എനിക്ക് പറ്റൂല നബിയേ. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറഞ്ഞില്ല, അംഗീകരിച്ചു കൊടുത്തു. അതിങ്ങോട്ട് വന്നതിനെ അംഗീകരിച്ചു കൊടുത്തു. കാരണം ഇത് അദബാണ്, ബഹുമാനമാണ്. നബി തങ്ങളെ ബഹുമാനിച്ചിട്ടാണ്, ധിക്കരിച്ചിട്ടല്ല ബേക്കോട്ട് വന്നത്. നബി തങ്ങളോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ് ബേക്കോട്ട് വന്നത്, ധിക്കരിച്ചതല്ല, വാക്ക് ധിക്കരിച്ചതല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും തന്നെ അബൂ ഖുഹാഫയുടെ മകനാണ് ഞാൻ നബിയെ. തങ്ങൾ അല്ലാഹു പറഞ്ഞേച്ച ആളാണ്, റസൂലുള്ളയാണ്. അല്ലാഹു പറഞ്ഞേച്ച ആൾക്ക് അബൂ ഖുഹാഫയുടെ മകനായ ഞാൻ ഇമാമത്ത് നിൽക്കുകയോ അതൊരിക്കലും പറ്റിയ പണിയല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നോട്ട് മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തു. കാരണം അത് അദബിന് വേണ്ടിയാണ് അങ്ങനെ മാറിയത്, ധിക്കാരമല്ല, പറഞ്ഞത് സ്വീകരിക്കാതിരുന്നതല്ല. ഇന്നലെ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോ മുതഅല്ലിമീങ്ങളോട് പറഞ്ഞു, ചിലപ്പോ ഒരു ഉസ്താദ് നിങ്ങളോട് പറഞ്ഞു, ഞാൻ വരുമ്പോ നിങ്ങൾ ആരും എണീറ്റ് നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കാതിരിക്കരുത്, ഉസ്താദ് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം.
ഉസ്താദ് പറഞ്ഞില്ലേ നിൽക്കണ്ട, ഉസ്താദിനെതിരായി പോവില്ലേ, നിന്നാല് എന്ന് വിചാരിക്കാൻ പാടില്ല. പക്ഷെ അത് ഉസ്താദിന്റെ താഴ്മയാണ്, ഉസ്താദിന്റെ വിനയമാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാകണം. ഉസ്താദ് അങ്ങനെ പറഞ്ഞാലും നമുക്കിങ്ങനെ ഉസ്താദ് പേര് ഒറ്റയിരുത്തിരിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയണം. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കഴിഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ഇമാമത്ത് നിർത്തി നിസ്കരിച്ചു. പിന്നെ നബി തങ്ങൾ സഹാബത്തിലേക്ക് തിരിഞ്ഞു. സഹാബത്തിനോട് ചോദിച്ചു, എന്തേ നിങ്ങളൊക്കെ കൈമുട്ടുന്നത് കേട്ടത്? കൈമുട്ടൽ പെണ്ണുങ്ങളെ പരിപാടിയല്ലേ? നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ വേണ്ടത് തസ്ബീഹ് ചൊല്ലുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ 5ാമത്തെ റക്അത്തിലേക്ക് സുബ്ഹാനല്ലാഹ് അങ്ങനെയല്ലേ. അപ്പൊ 5ാമത്തെ റക്അത്തിൽ പോയിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് ഇയാൾ മടങ്ങി വരുന്നില്ല. കാരണം അയാൾക്ക് ബോധ്യപ്പെട്ടേ, നമ്മൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ബോധ്യപ്പെട്ടോളൂല്ലോ. ഒരാൾക്ക് ബോധ്യപ്പെട്ടതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇമാമിന് ബോധ്യപ്പെടുന്നില്ല, ഞാൻ 5ാമത്താണെന്ന് ബോധ്യപ്പെടുന്നില്ല. പിന്നെ അയാൾ എന്താ ചെയ്യാ? അയാൾ 4 പൂർത്തിക്കാണ്, നിർത്തിയില്ലല്ലോ. 4 3 സംശയമായിട്ട് അയാൾ പോയത്, അല്ലെങ്കിൽ 4 നിന്നെയാണ് അയാൾ ഉറപ്പ്. അപ്പൊ അയാൾക്ക് ബോധ്യപ്പെടുന്നില്ല, അയാൾ വരൂല, അയാൾ വരാൻ പാടില്ല. അയാൾ അത് പൂർത്തീകരിക്കണം. കാരണം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട അനുസരിച്ചല്ലോ ഞാൻ പ്രവർത്തിക്കണ്ടേ, എനിക്ക് ബോധ്യപ്പെട്ട അനുസരിച്ചല്ലോ നിങ്ങളും പ്രവർത്തിക്കണ്ടേ. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഒരാൾക്ക് ബോധ്യപ്പെട്ട അനുസരിച്ചല്ലേ പ്രവർത്തിക്കേണ്ടത്. അതിന് പരസ്പരം ഗുൽമാൽ ഉണ്ടാക്കേണ്ടിയൊന്നുമില്ല, അതിന് തല്ലുണ്ടാക്കേണ്ടതുമില്ല, അതിന് ഭിന്നിക്കേണ്ടതുമില്ല. പിന്നെ ഇമാമ് ഉണർത്താൻ വേണ്ടി സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇമാമിന് ബോധ്യപ്പെടുന്നില്ല. പിന്നെ അയാൾ എന്താ വേണ്ടത്? അയാൾ ആ റക്അത്ത് പൂർത്തീകരിക്കണം. അപ്പൊ ഈ മൗമൂം എന്താ വേണ്ടത്? മൗമൂമിന് ഉറപ്പാണ് ഇത് 5ാമത്തതാണ്. മൗമൂം എന്താ? മൗമൂമിന് 2 പരിപാടിയാണ്. ഒന്ന്, അവിടെ തന്നെ ഇരിക്കുക, അയാൾ വരുന്നവരെ ഇരിക്കുക, ഒറ്റയിരുത്തം അത്തഹിയാത്തിലവിടെ. എന്നിട്ട് അവിടുന്ന് അത്തഹിയാത്ത് ഓതുകയും തസ്ബീഹ് ചൊല്ലുകയും ഒക്കെ ചെയ്യാം, ദിക്റ് ചൊല്ലാം. അങ്ങനെ തന്നെ അവിടെ ഇരിക്കുക. എന്നിട്ട് അയാൾ വന്നതിന്റെ ശേഷം അയാളുടെ കൂടെ അത്തഹിയാത്ത് കഴിഞ്ഞ് സലാത്ത് ചൊല്ലി അദ്ദേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോ അയാൾ നേരത്തെ 5ാമത്തെ റക്അത്തിലേക്ക് പോയത് അത് 3 or 4 എന്ന് സംശയിച്ചിട്ട് 3 എന്ന് വെച്ച് പോയതായിരിക്കും. അങ്ങനെ സംശയിച്ചാൽ കുറവാന്നാ വെക്കണ്ടി. 3 or 4 സംശയിച്ചാൽ 3 എന്നാ വെക്കണ്ടി. എന്നിട്ട് ഒന്നുകൂടി നിസ്കരിക്കാൻ വേണ്ടി. അപ്പൊ ആ നിലക്കായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക. അങ്ങനെ പോയ ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അപ്പോ 2 സുജൂദ്, സഹ്വിന്റെ സുജൂദ്. ആ ഇമാമ് സംശയത്തോടെ പോയ ആളാണെങ്കിൽ അദ്ദേഹം സഹ്വിന്റെ സുജൂദ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോ ഈ മൗമൂം എന്താ വേണ്ടത്? അയാൾക്ക് ഉറപ്പാണ് 4 ആണ്. അയാൾക്കുറപ്പാണ് ഇമാം പോയത് 5 ആണ്, ഞാൻ 4 നിസ്കരിച്ചിട്ടുള്ളൂ, അവിടെ കാത്തുന്നതാണ്. അയാൾക്കുറപ്പാണ്. അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ഇമാമ് സഹ്വിന്റെ സുജൂദിന് പോകുമ്പോ ഇമാമിന്റെ കൂടെ അയാളും സഹ്വിന്റെ സുജൂദിന് പോകണം. അല്ല വലിയ സഹ്വിന്റെ മറന്നതിനുള്ള സുജൂദ് ഞാൻ മറന്നില്ലല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നേതൃത്വത്തിന്റെ കൂടെ കൂടിയാൽ ആ നേതൃത്വത്തിന് വേണ്ടി ചിലതെല്ലാം സഹിക്കണം. ആ നേതൃത്വത്തിന് വേണ്ടി ചിലതൊക്കെ നേതൃത്വത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വരും. അതിനൊരു തെളിവാണ്. അപ്പോ സഹ്വിന്റെ സുജൂദ് ഇമാമ് ചെയ്യുമ്പോ മൗമൂമീങ്ങളും സഹ്വിന്റെ സുജൂദ് ചെയ്യണം. 4 ഉറപ്പുള്ളവരും 5ാമത്തേൽ പോവാത്തവനും ഇമാമിന്റെ കൂടെ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഇമാമ് സലാം വീട്ടിയതിന് ശേഷം മാത്രമേ അവൻ സലാം വീട്ടാൻ പാടുള്ളൂ. സഹ്വിന്റെ സുജൂദിന് പോകാതിരിക്കാൻ പറ്റില്ല, പോയേ പറ്റൂ. സഹ്വിന്റെ സുജൂദിന് പോകണം. എന്റെ ഇമാമ് സലാം വീട്ടുമ്പോ സലാം വീട്ടും. ഇനി ഇമാമിന് അങ്ങനല്ല, ഇമാമിന് ഞാൻ 4 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് ഉറപ്പാ, 5ന്റെ പ്രശ്നമില്ല അയാളെ ധാരണ. ഈ മൗമൂമിന്റെ ധാരണയോ 5 ഉറപ്പാണ്. ഇപ്പൊ എന്താ ചെയ്യാ? ഓരോരുത്തർക്ക് ഓരോന്ന് ഉറക്കല്ലേ. ഇയാളെ ധാരണയിൽ 5 ഉറപ്പ്, മറ്റേയാൾക്ക് 4 ഉറപ്പ്. അങ്ങനെ വന്നാൽ ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്യൂല അല്ലേ? ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്യൂല. അങ്ങനെ വന്നാലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്, വുജൂബല്ല. എന്നാൽ ഇമാമിന് മറതി പറ്റിയതിന്റെ പേരിൽ ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്തില്ലെങ്കിലും മഅ്മൂമിന് സുജൂദ് സുന്നത്തുണ്ടാകും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മസ്അല പറയൽ എന്റെ ലക്ഷ്യമല്ല, ഇടക്കതങ്ങ് പറഞ്ഞതാ. അപ്പൊ ഇക്റാം, ബഹുമാനം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പോയി വന്ന സമയത്തേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു. പക്ഷേ നബി തങ്ങൾ വന്നപ്പോൾ പിന്നോട്ടടിച്ച് ബഹുമാനിച്ചു, ആദരിച്ചു. പക്ഷെ ഇവിടെ ഒരു മസ്അല പറയേണ്ടതുണ്ട്.
ഉദാഹരണം പറയാം. നമ്മളെ ഇവിടുത്തെ ജമാഅത്ത് പള്ളിയിലെ ഖതീബ്, അദ്ദേഹം ഒരു ഉസ്താദിന്റെ ശിഷ്യനാണ്. ഉദാഹരണം പറയാം, എന്റെ ശിഷ്യനാണ് കുട്ടികൾ. അങ്ങനെ ഖതീബ് ഖുതുബ ഓതി അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് മുസീക്കും ബിത്തഖ്വല്ലാന്ന് പറയാൻ വേണ്ടി ഉസ്താദ് കയറി വരുന്നു. അപ്പൊ ഉസ്താദ് കയറി വന്ന്, അപ്പൊ ഉസ്താദിനെ കണ്ടപ്പോ ഒന്നുകിൽ അദ്ദേഹം കയറി വന്ന തന്നെ മുന്നിലെ സഫിന്റെ അടുത്തുള്ള വാതിലിന്റെ അതിലിങ്ങനെ കയറി വന്ന്, അങ്ങനെ കയറി വരേണ്ടവർക്ക് അങ്ങനെ കയറി വരാനൊരു സൗകര്യം വേണം. ചില പള്ളിയിലൊക്കെ ഇപ്പോ ചില കമ്മിറ്റിക്കാരും പള്ളി നോക്കി ചേർക്കുന്ന ആൾക്കാരൊക്കെ ഒരു പുതിയ തീരുമാനമുണ്ട് ചിലർക്ക്. എന്താണ്, കാല് കഴുകിയിട്ടേ പള്ളി കയറാവും, ബാക്കിയുള്ള അതിലെല്ലാം അടിച്ചു കൂട്ടിക്കളയണം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ചിലർക്ക് കാല് നനക്കാൻ പറ്റാത്തതുണ്ടാവും, അവർക്കും പള്ളിയിലൊന്നും നിസ്കരിക്കണ്ടേ. ചിലർക്ക് സോക്സ് സഹിക്കാൻ പറ്റാത്തവരുണ്ടാവും, അവർക്കും പള്ളി കയറി നിസ്കരിക്കണ്ടേ. അപ്പൊ അങ്ങനെ കാല് കഴുകിയിട്ടേ കടക്കാവൂന്ന് അങ്ങനെ തീരുമാനം ഒന്നും എടുക്കാൻ പാടില്ല. ഏതായിരുന്നാലും ശരി, അങ്ങനെ മൊയ്ലാര് വന്ന് കയറിയത് മുന്നിലെ സഫിന്റെ അടുത്തുള്ള വാതില്ല. അവൻ ഒന്നാമത്തെ സഫില്. അപ്പൊ ആൾക്കാരൊക്കെ കണ്ടപ്പോ മൂപ്പര് ഈ ഖുത്ബന്റെ ഇടയ്ക്ക് മുദരിസ് ഉസ്താദ് വരുന്ന നമ്മളെ ഖതീബിന്റെ ഉസ്താദാണല്ലോ, ആൾക്കാരെല്ലാം ബഹുമാനിച്ച് മൂപ്പരെ മുന്നിലെ സഫിൽ തന്നെ സ്ഥലമൊക്കെ കൊടുത്ത അയാളവിടെ നിന്ന് ഈ ഖതീബ് മിമ്പർ വന്ന് ഇറങ്ങി വരുമ്പോ നേരെ ബേക്കിൽ ഉസ്താദിനെ നിർത്തിയിട്ട് ഇപ്പൊ എനിക്ക് ഇമാമത്ത് വെക്കാൻ പറ്റുമോ? അപ്പൊ ഈ ഖതീബ് എന്ത് പറഞ്ഞു ഉസ്താദിനോട്? ഉസ്താദ് ഇമാമത്ത് പറഞ്ഞു. എന്നാൽ പറയട്ടെ, ഖതീബ് അങ്ങനെ പറയാനും പാടില്ല, അയാൾ കയറി നിൽക്കാനും പാടില്ല. അതെന്തേ? അയാൾ ഖുതുബ തീർത്തും കേട്ടിട്ടില്ല. ഖുതുബ പകുതിയുമലാകുമ്പോ അയാൾ വന്നത്. ഖുതുബ തീർത്തും കേൾക്കാത്ത ഒരാൾക്ക് ജുമഅക്ക് ഇമാമത്ത് വെക്കാൻ പറ്റൂല. അപ്പൊ ഖുതുബ തീർത്തും കേൾക്കാത്ത ഉസ്താദ് എത്ര വലിയ ഉസ്താദാണെങ്കിലും എത്ര വലിയ തങ്ങളാണെങ്കിലും അയാളോട് ഇമാമത്ത് വെക്കാൻ പറയരുത്. അഥവാ ഈ ഖതീബായ ഉസ്താദിന്റെ മസൽ ഓർമ്മയില്ലാത്തതുകൊണ്ട് പറഞ്ഞാലോ ഈ ഉസ്താദ് ഇട്ട് നിൽക്കുകയും ചെയ്യരുത്. കാരണം അയാൾക്ക് ഇമാമത്ത് വെക്കാൻ അവിടെ അർഹതയില്ല. അത് ബഹുമാനം കുറഞ്ഞുകൊണ്ടൊന്നല്ല. ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ഉമ്മയും ഞാനും കൂടി നിസ്കരിക്കുമ്പോ ഉമ്മാനോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ സ്വർഗവും നരകമൊക്കെ ഉമ്മയാണ്, എല്ലാരും അങ്ങനെ തന്നെയാണ്. ആ ഉമ്മാനെ ബഹുമാനിച്ചിട്ട് ഇമാമത്ത് നിർത്താൻ പറ്റുമോ? പറ്റൂല. കാരണം സ്ത്രീകൾ പുരുഷന്മാർക്ക് ഇമാമത്ത് നിർത്താൻ പറ്റൂല. അതുകൊണ്ട് ഉമ്മാനെ തന്നെയും ഇമാമത്ത് നിർത്താൻ പറ്റൂല. ഇന്ന് രാവിലെ ഞാൻ മുത്തഅല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരിയിൽ ഓതിക്കൊടുത്ത ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തറാവീഹ് നിസ്കരിക്കുന്നു. തറാവീഹ് എന്നത് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതാണ്. ബുഖാരിയിലുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇമാമത്ത് നിന്നു. ആരാണ്? ദക്വാൻ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നു. അത് ദക്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ മൗലയാണ്. മൗല എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. ആ ദക്വാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ആയിഷ ബീവിക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്നു. ആയിഷ ബീവിന്റെ ബഹുമാനമൊന്നും ദക്വാൻ റളിയല്ലാഹു അൻഹുവിനില്ല. പക്ഷേ പെണ്ണിനിക്ക് ആണ് ഇമാമത്ത് നിൽക്കുകയല്ലാതെ ആണിന് പെണ്ണ് ഇമാമത്ത് നിൽക്കാൻ വകുപ്പില്ല. അപ്പൊ ബഹുമാനം വേണം, ആദരവ് വേണം. ആ ആദരവും ബഹുമാനവും ഒക്കെ ഇസ്ലാമിന്റെ നിയമപ്രകാരമായിരിക്കണം. നിയമം ലംഘിച്ചുകൊണ്ടാകാൻ പാടില്ല. ഏത് ബഹുമാനവും ആദരവും നിയമം ലംഘിച്ചുകൊണ്ടാകാൻ പാടില്ല. ശരീഅത്തിന്റെ നിയമപ്രകാരമുള്ള ബഹുമാനാദരവുകൾ അത് വലിയ പുണ്യകർമ്മമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓ സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ദർസുണ്ട് എന്ന് കേട്ട് വലിയ സന്തോഷമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ദർസുകളും കോളേജുകളും ദീനീ സ്ഥാപനങ്ങളും ഒക്കെ നിലനിർത്തി തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദർസുണ്ട്. ആ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളാണ് മുഹാജിരീങ്ങളായ സഹാബികൾ. പലപ്പോഴും നാട്ടുകാരും ആ ദർസിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കുറെ സഹാബികൾക്ക് വീടില്ല, അവർക്ക് ഭക്ഷണത്തിന് വകുപ്പില്ല, ജീവിതത്തിന് വകുപ്പില്ല. അവരെല്ലാം പള്ളിയുടെ ഒരു ഭാഗത്താണ് താമസിക്കുന്നത്.
താമസിക്കുന്നത് മുതഅല്ലിമീങ്ങൾ. ആ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തത് മദീന നിവാസികളായ അൻസാരികളാണ്, അവിടെയുള്ള സഹാബികളാണ്. അങ്ങനെ നാട്ടുകാരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് അതേ പള്ളിയോടനുബന്ധിച്ച് താമസിച്ച് കുറെ സഹാബികൾ ആ ദർസിൽ നിന്ന് പഠിച്ചു. അവർക്കാണ് അഹ്ലുസ് സുഫ എന്ന് പറയുന്നത്. അതിൽ വലിയ പ്രഗൽഭനാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ ആ കാലഘട്ടം മുതലേ ദർസുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. അന്ന് മുതലേ ദർസുണ്ട്. നമ്മുടെ കേരളത്തിൽ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ ഇവിടെ പള്ളികൾ നിർമ്മിക്കപ്പെടുകയും ദീനീ ചലനങ്ങൾ നടക്കുകയും ചെയ്തപ്പോ ഇവിടെ പല സ്ഥലങ്ങളിലും വലിയ വലിയ ദർസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ദർസുകളിൽ ഓതിപ്പടിച്ച ആലിമീങ്ങളാണ് പിൽക്കാലത്ത് ഇൽമ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ കണ്ട പ്രായം ചെന്ന ആലിമീങ്ങളുണ്ട്. അവരെല്ലാം ദർസിൽ ഓതിപ്പടിച്ചവരാണ്. എന്റെ നാട്ടിന്റെ അടുത്ത് നാദാപുരത്ത് ഈ റജബ് മാസത്തിൽ അനുസ്മരിക്കപ്പെടുന്ന എന്റെ ഉസ്താദിന്റെ ഉസ്താദുണ്ട്. കീഴന ഉസ്താദ് എന്നാണ് പറയാ. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ നമ്മളുടെ സംഘടനയുമായി ബന്ധമുള്ള ആളല്ല. ബഹുമാനപ്പെട്ടവര് വേറെ ഒരു സംഘടനയുടെ ആളാണ്. പക്ഷേ സജീവ സുന്നത്ത് ജമാഅത്തുകാരനായ വലിയ മഹാപണ്ഡിതനാണ്. എന്റെ ഗുരുവിന്റെ ഗുരുവാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സംഘടനയുടെ പേരിൽ ഒരു ആലിമിനെയും ഒരാളും നിന്ദിക്കരുത്, ഒരാളും ഇൻസൾട്ട് ആക്കരുത്. ഒരാളും നമ്മൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും സുന്നത്ത് ജമാഅത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഒരാളെയും ഇൻസൾട്ട് ആക്കാൻ പറ്റൂല. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട കീഴന ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവർകൾ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവർകളുടെ ദർസിലും അതുപോലെ അതേ തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവർകളുടെ ദർസിലും ഓതിപ്പടിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനാണ് പുല്ലൂക്കര ഉസ്താദ്. ഞാൻ 6-7 കൊല്ലം ഓതിപ്പടിച്ച ഉസ്താദ് അവിടുത്തെ ശിഷ്യനാണ്. ഉസ്താദിന്റെ കൂടെ ഞാൻ ഉസ്താദിന്റെ ഉസ്താദിനെ കാണാൻ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കീഴന ഉസ്താദ് മൈക്ക് വെച്ചിട്ട് ഖുത്ബ പോകുന്ന പള്ളിയിൽ ജുമാക്ക് കൂടൂല. മഹാനവറുകൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. മൂപ്പരുടെ ഉസ്താദായ ഖുത്ബി തങ്ങള് അങ്ങനെയായിരുന്നു. എന്നാൽ അതേ മഹാനായ ഖുത്ബി തങ്ങളുടെ ശിഷ്യന്മാര് വേറെ പലരും ഉണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം കണ്യത്ത് ഉസ്താദ്, അവര് മൈക്കുള്ള നിലക്ക് ഖുത്ബ ഓതുന്നതിന് വിരോധമില്ല എന്ന് പറയുന്ന ആളാണ്. സംഗതി രണ്ടാളും ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ഒരു ശിഷ്യൻ അങ്ങനെയാ മനസ്സിലായത്, ഒരു ശിഷ്യൻ ഇങ്ങനെയാ മനസ്സിലായത്. നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല, എല്ലാരെയും ബഹുമാനിക്കണം. അതാ സുന്നത്ത് ജമാഅത്ത്, അതാണ് അദബ്. എല്ലാരെയും ബഹുമാനിക്കണം. അപ്പോ സുബ്ഹാനല്ലാഹ്, അവര് തമ്മിലും അങ്ങനെ തന്നെയാണ്. അവര് തമ്മിലും വലിയ ബഹുമാനാണ്. മസ്അലയിൽ തർക്കമൊക്കെ ഉണ്ടാവും, പക്ഷെ പരസ്പരം വലിയ ബഹുമാനം. അങ്ങനെയാണ്. പരസ്പര ബഹുമാനത്തിന് കുറവൊന്നുമില്ല. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ആലിമീങ്ങൾ ഒരിക്കലും അവർക്കിടയിൽ അവരുടെ സംഘടനയും കാര്യമൊക്കെ പറയുമെങ്കിലും അവർക്കിടയിൽ ബഹുമാനക്കുറവൊന്നും. കാരണം അവർക്ക് ഇൽമുണ്ട്. നമ്മൾ പെട്ടുപോയത്, നമ്മൾ ഭയങ്കര വാശിക്കാരായി. അപ്പുറത്തെ നമ്മള് അയൽവാസിയായ ഒരുത്തനുണ്ട്, അനുജനുണ്ട്. അനുജൻ ഒരു സംഘടനയുടെ ആളാണ്. അസംഘടനയുടെ മൂല്യാരെ നമ്മൾ കുറ്റം പറഞ്ഞാലേ നമ്മൾ ഉഷാറാവുമെന്ന് വിചാരിക്കരുത്. തിരിച്ചും പറയരുത്. അത് നമ്മൾ ആഖിറത്ത് നഷ്ടപ്പെടുന്ന പരിപാടിയാണ്. അതിന് നമ്മൾ പോരുത്. എല്ലാ സംഗതിയും ശറഈന്റെ നിയമം അനുസരിച്ച് അത് മറികടന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഇമാമിങ്ങളുടെ എത്ര അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ നമ്മളെല്ലാരെയും ബഹുമാനിക്കണം. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ 4 ആളെയും ബഹുമാനിക്കണം. ശാഫിഈ മദ്ഹബിൽ തന്നെ എത്ര ഇമാമിങ്ങളുണ്ട്, അവര് തമ്മിൽ ചില വിഷയത്തിൽ വീക്ഷണ വ്യത്യാസമുണ്ട്, അല്ലേ? ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ വിരൽ എങ്ങനെ വെക്കണ്ടേ? കാലിന്റെ വിരലിന്റെ പള്ളിയാ വെക്കണ്ടേ? കോട്ടിയിട്ട് മടക്കിയിട്ടല്ല വെക്കണ്ടേ, കൂത്തനെയല്ല വെക്കണ്ടേ, അതിന്റെ വിരലിന്റെ പള്ളിയാ വെക്കണ്ടേ? അങ്ങനെയാ വെക്കേണ്ടത് എന്ന് റാഫി ഇമാമും പറയുന്നുണ്ട്. പക്ഷെ റാഫി ഇമാം പറഞ്ഞ ഏതോ ഒരുത്തെ കാലിന്റെ വിരലും മടക്കിയിട്ട് അങ്ങ് വെച്ച് പോയി വെക്കുക, എന്നാ അവന്റെ സുജൂദ് ബാത്തിലാന്ന് പറയണ്ടെന്നാണ് റാഫി ഇമാം പറയും. എന്നാ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത് അങ്ങനെ വെച്ചോണ്ട് നിൽക്കാൻ ബാത്തിലാണ്. രണ്ടാളും ശാഫി മദ്ഹബിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ്. അതുകൊണ്ടോ അവര് തമ്മിൽ എന്തോ ബഹുമാനക്കുറവുണ്ടോ? ഇല്ല. റാഫി ഇമാമിന്റെ കറാമത്ത് എഴുതി രേഖപ്പെടുത്തുകയാണ് നവവി ഇമാം റളിയല്ലാഹു അൻഹു.
അവര് തമ്മിലുള്ള മസല തർക്കം വേറെ, അതേസമയത്ത് ബഹുമാനത്തിന് ഒരു കുറവില്ല. അങ്ങനെയാണ് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ. അവർക്കിടയിൽ ബഹുമാനത്തിന് കുറവൊന്നും ഉണ്ടാവില്ല, അവർ തമ്മിൽ വലിയ ആദരവുണ്ടാവും. ഞാൻ ഓർക്കുകയാണ്, കേരളത്തിൽ 2 സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന 2 ആൾ, ഒരാൾ സയ്യിദാണ്, ഒരാൾ ആലിമാണ്, ഒരാൾ വലിയ ആലിമാണ്. അവരെക്കാൾ പ്രായമുള്ള ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരു ആലിമാണ്. ആളെ വേറൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിൽ ആ സയ്യിദിനോട് ഇമാമത്തിക്കാൻ പറഞ്ഞു ഈ ആലിം. അപ്പൊ ആലിമിനോട് ഇമാമത്തിക്കാൻ വേണ്ടി പറഞ്ഞു ഈ സയ്യിദ്. അങ്ങനെ ആ ആലിം ഇമാമത്ത് നിസ്കരിച്ചു. അപ്പോഴേക്ക് കുറെ ആൾക്കാർ അത് പരിഹസിക്കാൻ, ചില ആൾക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചിലർ അത് കളിയാക്കാൻ ചെയ്യാൻ പാടില്ല. ആലിമീങ്ങൾക്കിടയിൽ എന്നും ബഹുമാനം നിലനിർത്തും. അത് ആലിമീങ്ങൾക്ക് ഇൽമുള്ളത് കൊണ്ടാണ്. നമ്മൾ ജാഹിലീങ്ങൾ വിവരമില്ലാത്തവര് ഒരിക്കലും ആലിമീങ്ങളെ വിഷയത്തിൽ ഇടപെട്ട് നമ്മൾ ആഖിറത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇക്റാം, ബഹുമാനം, അത് എല്ലാ ആലിമീങ്ങളോടും ബഹുമാനം വേണം, എല്ലാ സയ്യിദന്മാരോടും ബഹുമാനം വേണം, അതുപോലെ എല്ലാ മുദരിസ്മാരോടും ബഹുമാനം വേണം. അവർ ഇൽമു പഠിപ്പിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവർക്ക് വലിയ ബഹുമാനമുണ്ട്. ഫലിആലിമിൻ ഫദ്ലുൻ അലാ മൻ യഅ്ബുദു മിസലൽ ബുദൂരി അലൽ കവാകിബി ഫിൽ ജലാബ്. ചന്ദ്രനും നക്ഷത്രങ്ങളും, ചന്ദ്രനെ എല്ലാവർക്കും വെളിച്ചം കിട്ടുന്നുണ്ട്. അപ്പോ ആ ചന്ദ്രന് വലിയ ബഹുമാനം ജനങ്ങൾ കാണും. കാരണം ആ ചന്ദ്രന്റെ വെളിച്ചത്തിൽ നമുക്ക് എല്ലാവരും പോകാൻ പറ്റും. അതേസമയത്ത് നക്ഷത്രം കുറെ ഉണ്ട്, പക്ഷേ അതുകൊണ്ട് നമുക്ക് നക്ഷത്രത്തിന്റെ വെളിച്ചത്തിലൂടെയും പോകാനും കഴിയില്ല. അപ്പൊ ഈ ചന്ദ്രൻ, പരിപൂർണ ചന്ദ്രൻ, അതിന്റെ ബഹുമാനം പോലെയാണ് നക്ഷത്രങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞു ഇൽമു പഠിപ്പിക്കുന്ന ആലിമീങ്ങൾ. അവർക്ക് വലിയ ബഹുമാനമുണ്ട്, അവരെ ആദരിക്കണം, ആലിമീങ്ങളെ ആദരിക്കണം. ദർസ് നടത്തുന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ബഹുമാനമുണ്ട്, പ്രസംഗിക്കുന്നവരെ പോലെ. കാരണം പ്രസംഗിക്കുന്നതൊക്കെ കുറച്ച് വായിച്ചു പഠിച്ചാലും പ്രസംഗിക്കാൻ കഴിയും, കുറച്ച് ആ പ്രകൃതിപരമായ കഴിവുണ്ടായ. ദർസ് നടത്തുന്ന ആളങ്ങനല്ല. ദർസ് നടത്തുമ്പോൾ നല്ല വിവരമുള്ള മുതഅല്ലിമീങ്ങളുണ്ടാവും സദസ്സിൽ. അവര് സംശയം ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും. അന്നേരം മൊയിലാരങ്ങ് വെള്ളം കുടിച്ചു. അപ്പോ നല്ല വിവരം ഉണ്ടെങ്കിൽ ദർസ് നടത്താൻ കഴിയും. അപ്പൊ ഒരാൾ വലിയ ആലിമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം തന്നെ അയാൾ മുദരിസാണോ അല്ലേ നോക്കണം. അതാണ് ഏറ്റവും വലിയ മാനദണ്ഡം തന്നെ. പ്രസംഗിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്നുമില്ല, പ്രസംഗം ആർക്കും പ്രസംഗിക്കാൻ കഴിയും. കുറച്ച് പഠിച്ചാല്, കുറച്ച് വായിച്ചു പഠിച്ചാലും പ്രസംഗിക്കാൻ കഴിയും. അപ്പൊ ഇരിക്കട്ടെ, പക്ഷേ പ്രസംഗം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അത് വേറെ തിരിയും. ഒരു ആലിമിന്റെ പ്രസംഗവും അതേസമയത്ത് അത്രത്തോളം ഇൽമിൽ ആഴമില്ലാത്തവരുടെ പ്രസംഗവും കേൾക്കുന്ന ആലിമിയൊക്കെ വേറെ തന്നെ മനസ്സിലാവും. അത് ആ പരപ്പും അതുപോലെ തന്നെ ഏത് വിഷയത്തിലും കടന്ന് സംസാരിക്കാനുള്ള കഴിവൊക്കെ അത് വേറെ. മറ്റത് ആ റെഡിമെയ്ഡ് ഇങ്ങനെ പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് മുദരിസിന് ബഹുമാനുണ്ട്, മുതഅല്ലിമീങ്ങൾക്ക് ബഹുമാനുണ്ട്. മുതഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുന്നവരാണ് മുതഅല്ലിമീങ്ങൾ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തിനു? മുതഅല്ലിമിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി. അത് കേട്ടിട്ട് മുതഅല്ലിമിക്ക് കിബറൊന്നും വരണ്ട. അങ്ങനെ ഉണ്ടല്ലോ ഒരു പഠിക്കുന്ന മുതഅല്ലിം, ഓ ഞാൻ മലക്കുകൾ ചിറക് വിരിച്ചു തരുന്ന ആളാണ്, അങ്ങനെ ഒരു ധാരണയൊന്നും ഒരു മുതഅല്ലിമിനും വേണ്ട. ആ മുതഅല്ലിം എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ മുതഅല്ലിമായിരിക്കണം. അതെ, അത്തരം മുതഅല്ലിമീങ്ങൾ, നല്ല ഉഖ്റവിയായ മുതഅല്ലിമീങ്ങൾ, പഠിക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്തുന്നവർ. നമ്മളെ മുതഅല്ലിമീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും പഠിച്ചതൊന്നും ജീവിതത്തിൽ പകർത്തുമല്ല. വദൂന്റെ ശേഷമുള്ള ദുആ പഠിച്ചിട്ട് കൊല്ലത്തിലായി ദ്വാരക്കലുണ്ടോ? അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പഠിച്ചിട്ട് കൊല്ലത്തിലായി തഹജ്ജുദ് നിസ്കരിക്കലുണ്ടോ? ദുആ നിസ്കരിക്കണമെന്ന് പഠിച്ചിട്ട് കൊല്ലത്തിലായി ദുആ നിസ്കരിക്കലുണ്ടോ? അതുപോലെ എന്തെല്ലാം പഠിച്ചു. ഫത്വൽ മുയിലിൽ തന്നെ എത്ര പഠിച്ചു, പഠിച്ചെല്ലാം ഓതലുണ്ടോ? എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്ത് പറഞ്ഞിട്ട് ഫത്വൽ മുയിൽ ഓതലുണ്ടോ? പിന്നെ ആ ഒരു മുതഅല്ലിമായിട്ട് അഹങ്കരിക്കാൻ വകുപ്പുണ്ടോ? അതില്ല. അതേ സമയത്ത് മുതഅല്ലിമിക്ക് ബഹുമാനുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റൂല. നാദാപുരത്ത് കീഴ് ഉസ്താദ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹു ഓർത്ത് ദർജ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിന്റെ ദർസിൽ ഒരു ദിവസം ഒരു ചർച്ച ഉണ്ട്. എന്താണ്? ആലിമിയക്ക് നേർച്ചയാക്കിയത് ഇപ്പോഴത്തെ ആലിമിയക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നൊരു ചർച്ച. പണ്ഡിതന്മാർക്ക് നേർച്ചയാക്കി ഇപ്പോഴത്തെ മൊയ്ലാന്മാർക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നൊരു മുതഅല്ലിം ചോദിച്ച ഉസ്താദിനോട്. നമുക്കൊക്കെ ഇപ്പൊ ഇത് വാങ്ങാൻ പറ്റുമോ? ആലിമിയക്ക് നേർച്ചയാക്കി, നമ്മൾ ഈ ആഹൃതമാന്റെ മൊയ്ലാന്മാരല്ലേ, അവിടെ നേർച്ചയാക്കിയേ വാങ്ങാൻ പറ്റുമോ? അപ്പൊ മൂപ്പരിങ്ങനെ ആലോചിച്ചിട്ട് വേണ്ടി വാങ്ങുന്നതിന് കുഴപ്പമില്ല. എന്താന്ന് ചോദിച്ചാൽ നേർച്ചയാക്കിയ ആ സാധാരണക്കാരനോ, അയാൾ ആഹൃതമാന്റെ സാധാരണക്കാരനുമാണ്, നമ്മൾ ആഹൃതമാന്റെ മൊയ്ലാന്മാരുമാണ്. രണ്ടും സാധാരണ ആഹൃതമാന്റെ തന്നെയാണ്. അപ്പോ അതുപോലെ ആഖിറുസമാനിൽ ജീവിക്കുന്നവരാ നമ്മൾ വലിയ ആളാന്ന് വിചാരിക്കരുത്. അതിനാണ് ഞാൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിന്റെ സംഭവം പറഞ്ഞത്. നായയോട് പറഞ്ഞില്ലേ, നായ നീ അവിടുന്ന് തിന്നോ, ഞാൻ ഇവിടുന്ന് തിന്നും, പക്ഷേ ആഖിറത്തിലെത്തിയിട്ട് സിറാത്ത് പാലം ഞാൻ കടന്നങ്ങ് അക്കരെ എത്തിയാൽ ഞാൻ നിന്നെക്കാൾ ഖൈറായവനാണ്, അല്ലെ നീ എന്നെക്കാൾ ഖൈറാണ്.
ഈ ഒരു ചിന്ത നമ്മളെ കൽബിൽ വേണം. അതാരെ മുതഅല്ലിമീങ്ങളുടെ കൽബിലും വേണം, ബഅദിന് വന്ന മൊയ്ലിയാരുടെ കൽബിലും വേണം, അതുപോലെ തന്നെ ദ്വാരക്കുന്ന ആളെ കൽബിലും വേണം, മുദരിസിന്റെ കൽബിലും വേണം, എല്ലാവരുടെ കൽബിലും ഈ താഴ്മയുടെ ചിന്ത വേണം. അല്ലാഹുവിന്റെ അടുക്കൽ ആരാണ് രക്ഷപ്പെടുത്തുന്നതെന്നറിയില്ല. ചിലപ്പോൾ നമ്മളെ കൈപിടിച്ച് ചുംബിക്കുന്നവനായിരിക്കും സ്വർഗത്തിൽ, നമ്മളായിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹു നമ്മളെല്ലാവരെയും വിജയികളിൽ പെടുത്തട്ടെ. നമ്മളെ ഖൽബ് എപ്പോഴും ശുദ്ധിയുള്ള ഖൽബായിരിക്കണം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ പടച്ചവന്റെ അടുക്കൽ ഒന്നും ഉപകരിക്കൂല. ഖൽബ് വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം. നമ്മളെ മനസ്സ് അല്ലാഹു അറിയുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനം അല്ലാഹു കാണുന്നുണ്ട്, അവന്റെ മലക്കുകൾ റെക്കോർഡാക്കുന്നുണ്ട്. ആ ബോധത്തോടുകൂടെ നമ്മളെ ജീവിതം നയിക്കണം. നമ്മൾ വർഗീയവാദികളാകാൻ പാടില്ല. ഏത് മതത്തിൽപ്പെട്ടവരോട് നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവരാകണം. ഏത് പാർട്ടിയിൽപ്പെട്ടവരോടും നല്ല പെരുമാറ്റമായിരിക്കണം. ഏത് സംഘടനയിൽപ്പെട്ടവരോടും സ്നേഹവും ആദരവും അതുപോലെ പരിഗണനയും കൊടുക്കണം. ആരെയും അവഗണിക്കാൻ പാടില്ല, ആരെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. നമ്മൾ പരസ്പരം ശക്തിപ്പെടുത്തുന്നവരായിരിക്കണം. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരാകണം. ഏതൊരാളും ഏറ്റെടുത്ത ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. അവിടെ മദ്രസ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദയിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്ത മദ്രസയാണ്. അവിടുത്തെ പള്ളിയും അൽഹംദുലില്ലാ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. എന്റെ പൈസക്കല്ല കേട്ടോ, നിങ്ങളെ പോലത്തെ അവരോട് വാങ്ങിയിട്ടാണ്. എന്റെ 5 പൈസ മുതലില്ല കേട്ടോ. അങ്ങനെ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അവിടെ ഒരു മീറ്റിംഗിന് പങ്കെടുത്തപ്പോ മീറ്റിംഗിന് വന്ന ആള് ഒരു പുതിയ പുസ്തകം കൊണ്ടുവന്നിട്ട് ഒപ്പിടിക്കാൻ. ഞാൻ ചോദിച്ചു പഴയ ബുക്ക് എവിടെ പോയി? അതങ്ങുണ്ട്. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, അല്ല കണക്ക് വായിക്കണ്ടേ, നമുക്ക് റിപ്പോർട്ട് വായിക്കണ്ടേ? അതൊന്നും എഴുതിയിട്ടില്ല. ഞാൻ അങ്ങനെയാ, ഒരു മീറ്റിംഗ് വിളിച്ച് ആ കണക്ക് വായിക്കണ്ടേ, അവിടെ റിപ്പോർട്ട് വായിക്കണ്ടേ? സ്വകാര്യത്തിലാ പറഞ്ഞു കേട്ടോ, പരസ്യമായിട്ടല്ല. അയാള് കുറവാക്കിയാലും പറ്റൂലല്ലോ, സ്വകാര്യത്തിലെ ആളുകളെ ഉപദേശിക്കാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ അടുത്ത മീറ്റിംഗിലാക്കോ കൊണ്ടുവരണോ? കണ്ടുവരാന്ന് പറഞ്ഞു. അല്ല മീറ്റിംഗിൽ കമ്മിറ്റി എല്ലാം ഉണ്ടാക്കി. ലാസ്റ്റ് ആരും ഒന്നും ചോദിച്ചില്ല. പിന്നെ എന്നെ സ്നേഹിച്ചിട്ടോ മോപാച്ചിട്ടോ ആയിരിക്കും, ആരും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ അയാളോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കും. അയാൾ വിശ്വസ്തനാണ്, ആള് വിശ്വസ്തനാണ്. അയാൾ മോശക്കാരനൊന്നുമല്ല, നല്ല ആളാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈർ ചെയ്യട്ടെ. അയാളോട് എല്ലാവർക്കും ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട്. അയാളെ തന്നെ പിന്നെ സെക്രട്ടറി ആക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ലാസ്റ്റ്, ഞാനേ എന്റെ അടുത്ത് വന്നൊരു അപാകത ഞാൻ പറയട്ടെ. ഞാൻ കണക്കും കൊണ്ടുപോയില്ല, റിപ്പോർട്ട് കൊണ്ടുപോയില്ല. ഇൻഷാ അല്ലാഹ് അടുത്തതിൽ ഞാൻ കൊണ്ടുവരും. അത് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കാണ്. അത് നല്ല മനസ്സാണ്. ഒരാൾക്കൊരു അപാകത വന്നാൽ ആ അപാകതയാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാണ്. അത് പിന്നെ ന്യായീകരിക്കാൻ പോലും. ഞാനതിനെ ന്യായീകരിക്കാന്നല്ല, സാധാരണ പറയുന്നത് ന്യായീകരിക്കാന്നാ പറയാ. അതായത് ഒരു അബദ്ധം വന്നാൽ അബദ്ധമാണ് എന്നുള്ളത് സമ്മതിക്കാൻ മനുഷ്യൻ തയ്യാറാണ്. അതിനപ്പുറം അത് ന്യായീകരിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ആരും വിട്ടുപോകാൻ പാടില്ല. അപ്പൊ ജനങ്ങൾക്ക് മതിപ്പും ബഹുമാനവും നഷ്ടപ്പെട്ടു. അതേ സമയത്ത് തെറ്റാണെന്ന് അംഗീകരിച്ചാലോ അപ്പൊ പിന്നെ ആളുകൾക്ക് യാതൊരു പ്രതിഷേധവും ഉണ്ടാവില്ല. അവര് മദ്രസയിലെ സദറും വേണ്ടി അയാളെ ഉത്തരവാദിത്വം അയാൾ നിർവഹിക്കണം. അയാളെ ഉത്തരവാദിത്വം പറഞ്ഞാൽ എന്താണ്? മദ്രസ തുറക്കുന്നതിന്റെ കുറച്ച് മുമ്പേ അയാൾ എത്തണം. കുട്ടികളും മൊയ്ലാന്മാരെല്ലാം വന്നിട്ട് അയാൾ എത്തിയാൽ പോരാ. അയാൾ ആദ്യം വരുന്ന മൊയ്ലാർ ഏതാന്ന് അയാൾ നോട്ട് ചെയ്യണം. എന്നിട്ടോ സമയമായിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്ന മൊയ്ലാരുണ്ടല്ലോ, അയാളെ പേര് വേറെ നോട്ട് ചെയ്തിട്ട് അയാളെ ശമ്പളം കട്ട് ചെയ്യണം. അത് സദർ മുഅല്ലിമിന്റെ കടപ്പാടാണ്. അന്നേരം അയാൾ എന്താ വിചാരിക്കുക? അയാൾ സദർ മുഅല്ലിമിന് എതിരാവൂലേ? ഇത് അല്ലാഹ് നമുക്കെതിരാവൂലേ? നമ്മൾ അയാൾ ഇഷ്ടത്തിന് വന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് വരാതെ കുട്ടികളെ സമയം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ അതിനൊരു നടപടി എടുക്കാതിരുന്നാല് അല്ലാഹ് നമുക്കെതിരാവൂലേ? അല്ലാഹ് എതിരാകുന്നല്ലേ നമ്മൾ നോക്കേണ്ടി, അല്ലാത്ത മറ്റേ മൊയ്ലാരെതിരാകുന്ന നമ്മൾ നോക്കേണ്ടി. അപ്പൊ അവിടെ എന്ത് വേണം? ആ സദർ മുഅല്ലിമ് നേരത്തെ ആദ്യത്തെ എല്ലാ മുഅല്ലിമീങ്ങളും മദ്രസ തുടങ്ങുന്നതിന്റെ 5 മിനിറ്റ് മുമ്പെങ്കിലും എത്താം. അല്ലെ കുട്ടികൾ വന്നിട്ട് അവിടെ നിന്ന് തല്ലുണ്ടാക്കും. കുട്ടികൾ എത്തുന്നതിന് മുമ്പ് മരത്തണ്ടേ? അല്ലെങ്കിൽ അവിടെ തല്ലുണ്ടാക്കും. നേതാക്കന്മാര് സ്റ്റേജ് മേൽ വരുമ്പോലെയും ഖതീബ് മിമ്പർമേൽ വരുമ്പോലെയും അല്ല മദ്രസയിൽ ഉസ്താദ്മാര് വരേണ്ടത്. ഖതീബ് മിമ്പർമേൽ വരേണ്ട ആൾക്കാരെല്ലാം എത്തിയിട്ട് ഖുതുബന്റെ സമയമാകുമ്പോൾ ഡയറക്റ്റ് മിമ്പർമേലേക്ക് വരിക വേണ്ടി. തഹയ്യത്ത് പോലും നിസ്കരിക്കൽ കറാഹത്താ. അതിന്റെ മുമ്പ് പിന്നെ പ്രസംഗിക്കൽ പിന്നെ പറയേണ്ടിയില്ല. അപ്പോ നേരെ ഡയറക്റ്റ് മിമ്പർമേൽ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അങ്ങനെയാ ഖുലഫാഉർ റാഷിദീങ്ങൾ വന്നത്. അങ്ങനെയാ സുന്നത്തി ജമാഅത്ത്. നേരെ ഡയറക്റ്റ് മിമ്പർമേലേക്കാണ് വരേണ്ടത്.
അതേ സമയത്ത് മദ്രസയിലെ ഉസ്താദ് വരേണ്ടത് അങ്ങനല്ല. മദ്രസയിലെ ഉസ്താദ് വരേണ്ടത് കുട്ടികൾ എത്തുന്നതിന് മുമ്പാണ്. കാരണം അല്ലെ കുട്ടികൾ വന്ന് അവിടെ നിന്ന് തല്ലുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് പറ്റൂല. നേരത്തെ വന്ന കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് ഇന്നലത്തെ പാടമൊക്കെ എടുത്ത് നോക്കി ശരിക്കും പാടാക്കുന്നതിന് അവരെ കൊണ്ട് പഠിപ്പിക്കാലോ. സമയം കിട്ടൂല, ആ സമയം നഷ്ടപ്പെടുത്തണ്ടല്ലോ കുട്ടികൾ. ആകെ അത്ര സമയം മദ്രസയിൽ കിട്ടുള്ളൂ. അപ്പോ നേരത്തെ തന്നെ ഉസ്താദ് ലീവ് എടുക്കാൻ പാടില്ല. ലീവ് അനുവദിച്ചൊരു ലീവ് ഉണ്ട്, അത് അത്യാവശ്യത്തിന് എടുക്കുക. ഇല്ലെങ്കിലോ പരമാവധി ലീവ് എടുക്കാണ്ട് ഒപ്പിക്കും. അങ്ങനെ എടുക്കുന്ന ഉസ്താദിന് ശമ്പളത്തിന്റെ പുറമെ സമ്മാനം കൊടുക്കണം കമ്മിറ്റിക്കാർ. തീരെ ലീവ് എടുക്കാത്ത ഉസ്താദ് അദ്ദേഹത്തിന് നല്ല സമ്മാനം കൊടുക്കണം. അല്ലാതെ അത് നമുക്ക് ലാഭമായി എന്ന് വിചാരിക്കല്ല വേണ്ടി, അതിന് പ്രോത്സാഹനം കൊടുക്കണം. അപ്പോഴാണ് ആ മുഅല്ലിമിന് പിന്നെയും വന്നിട്ട് അങ്ങനെ തന്നെ എടുക്കണം. ബാക്കിയുള്ള മുഅല്ലിമിൻ കൊടുത്തു എനിക്ക് നല്ല സമ്മാനം കിട്ടും, അപ്പോൾ എനിക്കൊരു പ്രചോദനമാവും. അള്ളാന്റെ വെറുതെ ചെയ്തോട്ടെ, സമ്മാനം വേറെ കിട്ടുകയും ചെയ്തോട്ടെ. ആ നിലക്ക് പരമാവധി ലീവ് എടുക്കാതെ ഒപ്പിക്കാതെ. നമ്മുടെ മുദരിസ്മാരും അങ്ങനെ തന്നെ. ദർസ് നടത്തുന്ന മുദരിസ്മാര് അവർ കൂടുതൽ ലീവ് എടുക്കാൻ പാടില്ല. അത്യാവശ്യത്തിന് ഇപ്പോ ഭാര്യ ഗർഭിണിയാണ്, ഓപ്പറേഷൻ ചെയ്യാണ്, അല്ലെങ്കിൽ ഭാര്യ പ്രസവ വേദന ഇട്ടിട്ട് വീട്ടിൽ നിന്ന് വിളിച്ച് അപ്പൊ ഞാൻ ദിവസം മുദരിസ് എനിക്ക് വരാൻ പറ്റില്ല പറഞ്ഞാൽ പിന്നെ ഭാര്യ അവർക്ക് ഉണ്ടാവില്ല. അപ്പോ അത്യാവശ്യത്തിന് പോയിക്കൂടാന്നല്ല. സുബ്ഹാനല്ലാഹ്, ബുധനാഴ്ച നാട്ടിൽ പോവാ, തിങ്കളാഴ്ച വരിക, പിറ്റേന്ന് ബുധനാഴ്ച പിന്നെയും പോകാ, പിന്നെ കുട്ടികൾ കളിച്ച് കയറുമ്പോ പോകൂലേ? അങ്ങനെ ആയാൽ പറ്റൂല. കുട്ടികളുടെ ഉത്തരവാദിത്വം ഉസ്താദുമാർക്കുണ്ട്, അത് ഉസ്താദുമാരും പരിഗണിക്കണം. അതുപോലെ എല്ലാവരും പരിഗണിക്കണം. സുബ്ഹാനല്ലാഹ്, ഏണിയാടിക്കാർ നല്ല ആൾക്കാരാണ് അൽഹംദുലില്ലാഹ്. സംഘടന ഒന്നിലധികം ഉണ്ടെങ്കിലും എല്ലാവരും നല്ല യോജിപ്പോടുകൂടി ദർസും മദ്രസയും കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണ്. തങ്ങന്മാരോട് വലിയ ബഹുമാനം, ആദരവാണ്. ഞാൻ മുമ്പ് എത്ര കൊല്ലായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് കൊല്ലായി. എല്ലാവരും നല്ല ആദരവും ബഹുമാനവും ഉള്ളവരാണ് അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ ഈ ഐക്യവും സന്തോഷവും ഒക്കെ അല്ലാഹു എന്നും നിലനിർത്തി തരട്ടെ. നല്ല നിലക്കുള്ള ദീനീ ഖിദ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളോട് വലിയ സ്നേഹം. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇവിടെ വരാൻ നോക്കും. ചിലപ്പോ വരാൻ കഴിയാത്ത ഉണ്ടാവൂലേ? അപ്പൊ പിന്നെ ഇവിടെയുള്ള ആൾക്കാർ വല്ലാതെ പ്രതിഷേധിക്കും വന്നില്ലെങ്കിൽ. അങ്ങനെ പ്രതിഷേധിക്കാനൊന്നും പാടില്ല, സാധിക്കുമെങ്കിൽ വരും. ഇത് നമ്മളെ ഉത്തരവാദിത്തം, നിങ്ങളെ ഉത്തരവാദിത്തമല്ല. നമ്മൾ പഠിച്ച് പറയാന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി സ്റ്റേജ് ഒരുക്കി തരുന്ന നിങ്ങൾക്ക് അങ്ങോട്ടാണ് നന്ദി പറയേണ്ടത്, നിങ്ങൾക്ക് അങ്ങോട്ടാണ് സ്വാഗതം പറയേണ്ടത്. കാരണം ഞാൻ എന്റെ കൈവശത്തുള്ളത് ഞാൻ ചെലവഴിക്കണ്ടേ? പൈസക്കാര് അവരെ പൈസ ചെലവഴിക്കണം, ആരോഗ്യമുള്ള ചെറുപ്പക്കാര് അവരെ ആരോഗ്യം ചെലവഴിക്കണം, വിവരമുള്ളവര്, ഞാനൊരു വിവരമുള്ളവരല്ല, ഞാൻ കുറച്ചുണ്ടെങ്കിൽ ആ ഉള്ള വിവരം ചെലവഴിക്കണം. അത് ചെലവഴിക്കണമെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ആരും ഉണ്ടാവും. അപ്പൊ ഈ ആളുകളൊക്കെ സംഘടിപ്പിച്ച് സ്റ്റേജൊക്കെ ഒരുക്കി തന്ന് വണ്ടിന്റെ വാടക എല്ലാം കൊടുത്ത് അതൊക്കെ തരുന്ന നിങ്ങളോട് ഞാൻ അങ്ങോട്ടല്ലേ നന്ദി പറയേണ്ടത്? നിങ്ങളോട് എനിക്കല്ലേ കടപ്പാട്? അപ്പൊ ക്ഷണിക്കാൻ വരുന്ന ആളുകളോട് നമുക്ക് വെറുപ്പുണ്ടാവില്ല, അവരോട് സ്നേഹവും സന്തോഷവും തന്നെയുണ്ട്. പക്ഷെ ചിലപ്പോ കഴിയൂല, എല്ലാ സ്ഥലത്തും എത്തണ്ടേ. അപ്പൊ ചിലപ്പോ കഴിയൂല. അങ്ങനെ കഴിയാതിരിക്കുമ്പോൾ പ്രതിഷേധം ഉണ്ടാകാൻ പാടില്ല എന്നാ ഞാൻ പറഞ്ഞത്. അത് സാധിക്കായിട്ടാണെന്ന് വിചാരിക്കണോ? അങ്ങനെ ഉണ്ട്. ചിലപ്പോ ഭാര്യമാർക്ക് ഭർത്താവിനോട് പ്രതിഷേധം ഉണ്ടാവും, വെറുപ്പ് പിടിച്ചിട്ടല്ല, സ്നേഹം കൊണ്ടാ. കാരണം മൂപ്പര് വിസ എടുത്ത് പോയിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ വന്നാൽ തന്നെ ചിലപ്പോ മൂപ്പര് വേറെ കുറെ സംഗതിയൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നേരത്തെ തന്നെ ഇവർക്ക് എത്തുന്നില്ല. അപ്പൊ ഭാര്യക്ക് പ്രതിഷേധം ഉണ്ടാവും. ഭർത്താവിനോട് വെറുപ്പ് കൊണ്ടല്ല, സംസാരമൊക്കെ കുറച്ച് കടുപ്പത്തിലായിരിക്കും. ചിലപ്പോ അതൊക്കെ കടുപ്പത്തിൽ സംസാരിക്കുന്നത് സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണെന്ന് ഭർത്താവ് മനസ്സിലാക്കിയാൽ പിന്നെ ആ ഭാര്യനോട് വെറുപ്പൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അവള് കുറച്ച് ചൂടാകുമ്പോഴേക്ക് ഇപ്പുറത്തുള്ള ഭർത്താവ് ചൂടാകുകയാണെങ്കിലോ പിന്നെ കൂടുതൽ മുന്നോട്ട് പോകണ്ടാവില്ല. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കഴിയുമ്പോഴൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദീനീ പ്രവർത്തനം. ഒരിക്കലും തെറ്റിന് സഹകരിക്കാൻ പാടില്ല, തെറ്റായ കാര്യത്തിന് പരസ്പരം സഹകരിക്കാൻ പാടില്ല, പരസ്പരം ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയും സഹകരിക്കാൻ പാടില്ല. മറിച്ച് നല്ല കാര്യത്തിൽ എപ്പോഴും പരസ്പരം സഹകരിക്കണം എന്നാണ് ഖുർആൻ. അങ്ങനെ നല്ല കാര്യത്തിൽ സഹകരിച്ചുകൊണ്ട് നമ്മൾ ഏത് കുടുംബത്തിലുള്ളവരാണെങ്കിലും, ഒരു നാട്ടിൽ എല്ലാവരും ഒരേ കുടുംബക്കാരാവില്ല, വ്യത്യസ്ത കുടുംബത്തിലുള്ളവരുണ്ടാകും. പക്ഷെ ആ കുടുംബത്തിന്റെ പേരിൽ വഴക്കുണ്ടാകാൻ പാടില്ല. ഒരു രാജ്യത്ത് ഒരു നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ഒരേ കച്ചവടക്കാരാവില്ല, ഒരേ ആൾക്കാരും ആവില്ല. ഓരോരുത്തർക്കും ഒരാൾ തൊഴിലാളിയായിരിക്കും, ഒരാൾ മുതലാളിയായിരിക്കും. പക്ഷെ പള്ളിയിൽ വന്നാൽ എല്ലാവരും ഒരുപോലെ, ദർസിൽ എല്ലാവരും ഒരുപോലെ, പള്ളി കമ്മിറ്റിയിൽ എല്ലാവരും ഒരുപോലെ. അതല്ലാതെ പള്ളിയിൽ വന്ന ആരെങ്കിലും ഒന്നാമത്തെ സഫിലൊക്കെ ജ്വല്ലറിക്കാര്, പൊന്നുകച്ചവടക്കാര്, രണ്ടാമത്തെ സഫിലൊക്കെ വെള്ളി കച്ചവടക്കാര്, മൂന്നാമത്തെ സഫിലൊക്കെ തുണി കച്ചവടക്കാര്, അങ്ങനെ പോയിട്ട് അവസാനം പച്ചക്കറി കച്ചവടക്കാര്, പിന്നെ അതിന്റെ പേരെ മീൻ കച്ചവടക്കാര്. ഇങ്ങനെയുണ്ടോ? ഇല്ല. പള്ളിയിലെത്തിയ എല്ലാവരും തോളോട് തോളൊരു മീൻ മടമ്പൊപ്പിച്ച് നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും തുല്യമാണ്. മറ്റേ നമ്മളെ ഭൗതിക ബിസിനസ്സാണ്, ജോലി
ജോലിയാണ്. അല്ലാഹുവിനെല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്. ഞാൻ എൻ്റെ റബ്ബിന്റെ പാവപ്പെട്ട അടിമയാണെന്ന ബോധത്തോടുകൂടി ഞാൻ എന്ത് ഖിദ്മ ചെയ്യുന്നുണ്ടെങ്കിലും, റൂസ് കമ്മിറ്റിയാണെങ്കിലും, വളണ്ടിയർ ആണെങ്കിലും, ഭക്ഷണത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, അതേ വാഹന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, അതേ പള്ളിയോ മദ്രസയോ അതുപോലെ മക്ബറയോ എന്ത് നോക്കി നടത്തുന്നവരാണെങ്കിലും, ഏത് ഉത്തരവാദിത്തമുള്ളവരാണെങ്കിലും, ഏത് മെമ്പറാണെങ്കിലും, ജനറൽ ബോഡി അംഗമാണെങ്കിലും, അതുപോലെ ഏത് സ്ഥാപനത്തിന് വേണ്ടി ഏത് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിലും, ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഏകനായ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. അല്ലാഹുവിന്റെ ദീന് നിലനിൽക്കാൻ വേണ്ടിയാകണം. അല്ലാഹുവിന്റെ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടിയാകണം. എന്റെ റബ്ബ് നോക്കുന്നത് എന്റെ മനസ്സിലേക്കാണ്. അവന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ? മൻകാന യുരീദുൽ ആഖിറത, അതേ മൻകാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി, ആഖിറത്തിലേക്കുണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെ വല്ലവനും പ്രവർത്തിച്ചാൽ അല്ലാഹ് പറയുന്നു നസിദ് ലഹു ഫീ ഹർസിഹി, അവൻ ആഖിറത്തിലേക്ക് കൃഷി ചെയ്തുണ്ടാക്കുന്ന ആ കൃഷികളിൽ അഥവാ ആഖിറത്തിലേക്കുള്ള അമലുകളിൽ നമ്മൾ ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുകയും ധാരാളം നമ്മൾ ഏറ്റി പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. മൻകാന യുരീദു ഹർസദ് ദുനിയാ, വല്ലവനും ദുനിയാവിന്റെ കാര്യലാഭം ഉദ്ദേശിച്ചോ, ദുനിയാവിൽ സ്ഥാനം കിട്ടണമെന്ന് ഉദ്ദേശിച്ചോ, ദുനിയാവിലെ കാര്യലാഭം ഉദ്ദേശിച്ചോ പ്രവർത്തിച്ചാൽ അല്ലാഹ് പറയാണ് നൂതിഹി മിൻഹാ, ദുനിയാവിലുള്ള ചില സംഗതികളൊക്കെ നമ്മൾ അവന് കൊടുത്തു എന്ന് വരും. പക്ഷേ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, മരിച്ചു ചെല്ലുമ്പോൾ ആഖിറത്തിൽ ഒന്നും കിട്ടൂല. പടച്ച റബ്ബേ, ഞങ്ങൾ ആരെയും അക്കൂട്ടത്തിൽ നീ പെടുത്തരുതേ അല്ലാഹ്. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും അടക്കങ്ങളും ചലനങ്ങളും ഞങ്ങളെ എല്ലാ സംഗതികളും ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം നീ പൊരുത്തപ്പെടുന്നതാക്കണേ അല്ലാഹ്.